Hi, hello, good evening Maklai. So welcome back to our biology classes. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പ്രീവിയസ് ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഫൈലം നോൺ കോഡേറ്റ്സിൻ്റെ കംപ്ലീറ്റ് ഫൈലം നമ്മൾ തീർത്ത് കോഡേറ്റിലോട്ട് ജസ്റ്റ് സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുണ്ട്, റൈറ്റ്? സോ കോഡേറ്റ്സിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കമ്പാരിസണും കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ് തമ്മിലുള്ള കമ്പാരിസണും അതിൻ്റെ ഡയഗ്രവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിൻ്റെ ഫർദർ ഡിവിഷൻ പ്രോസസ്സിലോട്ടാണ് ഇന്ന് മൂവ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, സോ ഫൈലം കോഡേറ്റയിൽ നമ്മൾ ആദ്യം അതിൻ്റെ കുറച്ച് ഡിവിഷൻസ് പഠിക്കാനുണ്ട്. അതിനെ സബ് ഫൈലാസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും നല്ല കീനായിട്ട് എൻ്റെ കൂടെ നിൽക്കുക. ഓക്കെ, വി നീഡ് എ കീൻ ആൻഡ് നമ്മൾ നല്ല രീതിക്ക് ഒബ്സർവ് ചെയ്ത് തന്നെ പഠിക്കാം. നല്ല കീൻ ഒബ്സർവേഷനിലൂടെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസിയർ ആയിരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ നമ്മൾ നമ്മളുടെ ടോപ്പിക്കിലോട്ട് മൂവ് ഓൺ ചെയ്യണം മക്കളെ. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൈലം കോഡേറ്റയുടെയും നോൺ കോഡേറ്റിൻ്റെയും കോഡേറ്റിൻ്റെയും ഡിഫറൻസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കൂടെ ഞാൻ റിവൈസ് ചെയ്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സി, കോഡാറ്റയിൽ നോട്ടോകോഡ് പ്രസൻ്റ് ആണ്. ഇവിടെ നോട്ടോകോഡ് എന്താണ്? ആബ്സെൻ്റ് ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസൽ, ഹോളോ, സിംഗിൾ. നോൺ കോഡേറ്റ്സിന് അത് വെൻട്രൽ, സോളിഡ് ആൻഡ് ഡബിൾ. ഫാരിങ്സ് പെർഫറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്സ് ആർ ആബ്സെൻറ്റ്. Heart is ventral, heart is dorsal. A post-anal part is present, post-anal tail is absent. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എന്താ ഇതിൽ പറഞ്ഞ ലാസ്റ്റ് ഇതിൻ്റെ ഡയഗ്രാം, ഇതിൽ നെർവ് കോഡും നോട്ടോ കോഡും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് മക്കളെ നെർവ് കോഡ് ആൻഡ് ദിസ് ഇസ് ദ നോട്ടോ കോഡ്. ക്ലിയർ ആണല്ലോ? ദിസ് ഇസ് ദ ഗിൽ സ്ലിറ്റ്സ് ആൻഡ് ദിസ് ഇസ് ദ പോസ്റ്റ്-anal പാർട്ട്. ഓക്കെ, സോ now we are going to the division അല്ലെങ്കിൽ classification of the phylum Chordata. മക്കളെ, ഫൈലം കോഡാറ്റേനെ വീണ്ടും മൂന്നാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 സബ് ഫൈലംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാമല്ലോ. ദ ഫസ്റ്റ് സബ് ഫൈല ഇസ് യൂറോകോഡേറ്റ. ദ സെക്കൻഡ് വൺ ഇസ് സെഫാലോകോഡേറ്റ ആൻഡ് വെർട്ടിബ്രേറ്റ. ഓക്കെ, യൂറോകോഡേറ്റ എന്ന് വിളിക്കുന്ന മറ്റൊരു നെയിമാണ് മക്കളെ ട്യൂണിക്കാറ്റ എന്ന് പറയുന്നത്. സോ സബ് ഫൈല ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫൈലം കോഡേറ്റനെ വീണ്ടും 3 സബ് ഫൈലയാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് യൂറോകോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ, സെക്കൻഡ് വൺ ഈസ് സെഫാലോകോഡേറ്റ ആൻഡ് തേർഡ് വൺ ഈസ് വെർട്ടിബ്രേറ്റ. ക്ലിയർ ആണല്ലോ? ഓക്കെ, കുറേ പേർക്കുള്ള കൺഫ്യൂഷനാണ് ഈ യൂറോകോഡേറ്റയും ട്യൂണിക്കേറ്റയും ഒന്നാണോ അല്ലേ എന്നുള്ളത്. അവരൊന്നു തന്നെയാണ്. ഓക്കെ, യൂറോകോഡേറ്റിൻ്റെ മറ്റൊരു നെയിം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ട്യൂണിക്കാറ്റ. ഓക്കെ, ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് യൂറോകോഡാറ്റ എന്ന് പറയുന്നത് ഒരു സബ് ഫൈലം, ട്യൂണിക്കേറ്റ എന്ന് പറയുന്ന അടുത്തൊരു സബ് ഫൈലം, സെഫാലോകോഡാറ്റ വേറെ ഒന്ന്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് വെർട്ടിബ്രേറ്റ. അങ്ങനെയല്ല, നമുക്ക് ആകെ ഫൈലം കോഡാറ്റനെ 3 സബ് ഫൈലാക്കിയിട്ട് മാത്രമേ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ് വൺ ഈസ് യൂറോകോഡാറ്റ ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്യൂണിക്കേറ്റ. ദ സെക്കൻഡ് വൺ ഈസ് സെഫാലോകോഡാറ്റ ആൻഡ് ദ തേർഡ് വൺ ഈസ് വെർട്ടിബ്രേറ്റ. ക്ലിയർ ആണല്ലോ മക്കളെ? കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ നമ്മളിനി ഓരോ സബ് ഫൈലിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവാണ്. നമ്മൾ യൂറോകോഡേറ്റ അല്ലെങ്കിൽ ഇതിനെ എന്തും കൂടെ വിളിക്കാം? ട്യൂണിക്കേറ്റ. ഓക്കെ, യൂറോകോഡേറ്റ ഓർ ട്യൂണിക്കേറ്റ. സോ ഈ പറയുന്ന യൂറോകോഡേറ്റയും അല്ലെങ്കിൽ ട്യൂണിക്കേറ്റ ആൻഡ് സെഫാലോകോഡേറ്റ, ഇവർ 2 പേരെയും കൂടെ നമുക്ക് പ്രോട്ടോകോഡേറ്റ്സ് എന്ന് പറയാം. കമ്പൈൻഡ്ലി ഈ പറയുന്ന യൂറോകോഡേറ്റിനെയും സെഫാലോകോഡേറ്റിനെയും കൂടെ നമുക്ക് വിളിക്കാവുന്ന ഒരു പേരാണ് മക്കളെ, ദാറ്റ് ഈസ് പ്രോട്ടോകോഡേറ്റ്സ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? വീണ്ടും പറഞ്ഞുതരാം. കോഡേറ്റ എന്ന് പറയുന്നതിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്തൊക്കെയായിരുന്നു? ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂറോകോഡേറ്റ. ക്ലിയർ ആണല്ലോ? ഇനി യൂറോകോഡേറ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്യൂണിക്കാറ്റ. ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സെഫാലോകോഡേറ്റ. Cephalochordata, and the third one is vertebrata. Clear ആണല്ലോ? ഇങ്ങനെ 3 സബ് ഫൈലുകളാക്കി ഡിവൈഡ് ചെയ്തു. ഇതെന്ന് പറയുന്ന കോഡാറ്റ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഫൈലം. കോഡാറ്റ എന്ന് പറയുന്നത് ഒരു ഫൈലമാണ്. ഇതിനെ 3 സബ് ഫൈലമാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. 3 സബ് ഫൈലയാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ഇനി ഈ സബ് ഫൈലയിലെ യൂറോകോഡേറ്റിനെയും സെഫാലോകോഡേറ്റിനെയും കൂടെ നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ കമ്പൈൻഡ്ലി നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? പ്രോട്ടോകോഡേറ്റ്സ് എന്ന് വിളിക്കാൻ പറ്റും. പ്രോട്ടോകോഡേറ്റ്സ് എന്ന് വിളിക്കാം. ക്ലിയർ ആണോ?
ഇപ്പോൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലായില്ലേ? ഏതാണ് ഫൈലം, ഏതാണ് സബ് ഫൈലം, ഏതൊക്കെ സബ് ഫൈലങ്ങൾ കൂടിയിട്ടാണ് പ്രോട്ടോകോഡേറ്റ്സ് എന്നുള്ളതൊക്കെ ക്ലിയർ ആയല്ലോ മക്കളെ? ഇനി കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ സബ് ഫൈല, Urochordata, subphyla, Urochordata and Cephalochordata are often referred to as protochordates, clear ആണല്ലോ? And are exclusively marine. These protochordates are exclusively marine. Okay ആണോ മക്കളെ? ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടോകോഡേറ്റ്സ് എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആണെന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് അതിൽ എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആവുന്നത്? യൂറോകോഡേറ്റ എന്ന് വെച്ചാൽ ട്യൂണിക്കേറ്റ അല്ലെങ്കിൽ സെഫാലോകോഡേറ്റ, ഇവരൊക്കെ എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആണ്. അതുകൊണ്ടാണല്ലോ അവർ കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോട്ടോകോഡേറ്റ്സ് എക്സ്ക്ലൂസീവ്ലി മെറൈൻ ആണ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ ഇത്രയും പോർഷൻ? സോ ഇൻ യൂറോകോഡേറ്റ അല്ലെങ്കിൽ ട്യൂണിക്കേറ്റ, അങ്ങനെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് അതിൻ്റെ അനദർ നെയിം ആണെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, സോ ഇൻ യൂറോകോഡേറ്റ ഓർ ഇൻ ട്യൂണിക്കേറ്റ നോട്ടോകോഡ് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ. ഇവിടുന്ന് അങ്ങോട്ടുള്ള പോർഷൻസിന് each and every line indicates a question. Okay, each and every line indicates a question and we have to be very careful about that. Of each and every line we have to be very careful. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോരാ. യൂറോകോഡേറ്റ അല്ലെങ്കിൽ ട്യൂണിക്കേറ്റ ഇവരെന്താണ്? കോഡേറ്റയുടെ അണ്ടറിലുള്ളൊരു സബ് ഫൈലമാണ്. ദാറ്റ് മീൻസ് ഇവർക്ക് നോട്ടോകോഡ് പ്രസൻറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. ക്ലിയർ അല്ലേ? നോട്ടോകോഡ് എല്ലാ കോഡേറ്റ്സിനും പ്രസൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കോഡേറ്റ്സിന് നോട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ യൂറോകോഡേറ്റയിൽ ഇവരുടെ നോട്ടോകോഡ് കാണുന്നത് ലാർവൽ സ്റ്റേജിൽ മാത്രമാണ്, അഥവാ ലാർവൽ ടെയിലിൽ മാത്രമായിരിക്കും. ആരെ കാണുന്നത്? ലാർവൽ സ്റ്റേജിലല്ല, ലാർവൽ ടെയിലിൽ മാത്രമായിരിക്കും യൂറോകോഡേറ്റയ്ക്ക് നോട്ടോകോഡ് കാണുന്നത്. സോ ഇൻ യൂറോകോഡേറ്റ നോട്ടോകോഡ് ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ ലാർവൽ ടെയിൽ, വൈൽ ഇൻ സെഫാലോകോഡേറ്റ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ഹെഡ് ടു ടെയിൽ റീജിയൻ. യൂറോകോഡേറ്റയെ സംബന്ധിച്ച് അവരുടെ ലാർവൽ ടെയിലിൽ മാത്രമാണ് മക്കളെ ആരെ കാണാൻ പറ്റുക? നോട്ടോകോഡിനെ കാണാൻ പറ്റുക. അറ്റ് ദ സെയിം ടൈം സെഫാലോകോഡേറ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെഡ് ടു ടെയിൽ റീജിയൻ, ഹെഡ് മുതൽ ടെയിൽ വരെയുള്ള ഏരിയയിൽ എന്ത് പ്രസൻ്റ് ആയിരിക്കും? ഹെഡ് മുതൽ ടെയിൽ വരെയുള്ള ഏരിയയിൽ ഇവർക്ക് ഇവരുടെ നോട്ടോകോഡ് കാണാൻ പറ്റും. ക്ലിയർ ആണല്ലോ? യൂറോകോഡേറ്റയിൽ ലാർവൽ ടെയിലിൽ മാത്രമേ കാണുള്ളൂ. അതേസമയം സെഫാലോകോഡേറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ എവിടെ മുതൽ എവിടെ വരെ കാണും? ഹെഡ് മുതൽ ടെയിൽ വരെ കാണും. അപ്പം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഡൗട്ട്, ചിലർക്കെങ്കിലും തോന്നാവുന്ന ഒരു ഡൗട്ട് ഞാൻ പറഞ്ഞുതരാം. മിസ്സേ, ഈ പറയുന്ന യൂറോകോഡേറ്റയും സെഫാലോകോഡേറ്റിനെയും കൂടെ നമ്മൾ ഒരുമിച്ചിട്ട് പ്രോട്ടോകോഡേറ്റ്സ് എന്ന് വിളിച്ചല്ലോ, പിന്നെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോട്ടോകോഡും ഒരുപോലെയല്ലേ വേണ്ടത്? അങ്ങനെയല്ല മക്കളെ, സെപ്പറേറ്റ്ലി തന്നെ പഠിക്കണം. യൂറോകോഡേറ്റയ്ക്ക് ലാർവൽ ടെയിലിൽ മാത്രമേ നോട്ടോകോഡ് കാണുന്നുള്ളൂ. അതേപോലെ സെഫാലോകോഡേറ്റയ്ക്ക് ഹെഡ് ടു ടെയിൽ റീജിയനിൽ വരെ എന്ത് കാണുന്നുണ്ട്? നമ്മുടെ നോട്ടോകോഡ് കാണുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, ആൻഡ് ഇസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ലൈഫ്. ഇത് ത്രൂ ഔട്ട് അവരുടെ ലൈഫ് പെർസിസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അല്ലാണ്ട് അവരുടെ ടോട്ടൽ ലൈഫിൽ ഇത്ര ടൈം പീരീഡിൽ മാത്രമേ ഈ നോട്ടോകോഡ് പ്രസൻറ്റ് ആവൂ അങ്ങനെയല്ല. ത്രൂ ഔട്ട് ദ ലൈഫ് ഇറ്റ് വിൽ ബി പെർസിസ്റ്റൻറ്റ്. ക്ലിയർ ആയോ ഈ രണ്ട് കാര്യങ്ങൾ? അതായത് യൂറോകോഡേറ്റിൻ്റെയും സെഫാലോകോഡേറ്റിൻ്റെയും നോട്ടോകോഡ് പ്രസൻസ് എവിടെയാണ് കാണുന്നത്? ത്രൂ ഔട്ട് ദ ലൈഫ് പ്രസൻ്റ് ആണോ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. ഈ ഒരു കുഞ്ഞു പാരഗ്രാഫിൽ അതാണ് പഠിക്കാനുള്ളത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ നൗ. ഒന്നും കൂടെ പറഞ്ഞുതരാം. യൂറോകോഡേറ്റയിൽ ലാർവൽ ടെയിലിൽ മാത്രമേ നോട്ടോകോഡ് കാണുന്നുള്ളൂ. എന്നാൽ സെഫാലോകോഡേറ്റയിൽ വരുമ്പം ഹെഡ് ടു ടെയിൽ റീജിയനിൽ അവർക്ക് എന്ത് കാണാൻ പറ്റും? ലാർവൽ ടെയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഇസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ്. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ? ഇനി നമ്മൾ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. യൂറോകോഡേറ്റയ്ക്ക് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസ് ആണ് അസീഡിയ. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് അസീഡിയ, സാൽപ്പ ആൻഡ് ഡോളിയോളം. യൂറോകോഡേറ്റഡ് എക്സാമ്പിൾ എന്താണ്? അസീഡിയ, സാൽപ്പ ആൻഡ് ഡോളിയോളം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി ഇതുവരെ നമ്മൾ പഠിച്ച നോൺ കോഡേറ്റ്സിനെ സംബന്ധിച്ച് കോഡേറ്റ്സ് എന്ന് പറയുന്നത് കുറച്ചൊരു, അതായത് ഇപ്പം എക്സാമ്പിൾസ് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ കുറച്ചും കൂടെ ഒരു വേർഡ്സൊക്കെ ഒന്നും കൂടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും നമ്മളവിടെ ഇട്ടാൽ. അത് വേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പഠിച്ചു പോയിക്കോ. ഞാൻ കുറേ തവണ റിപ്പീറ്റ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്നും കൂടെ ഈസിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമ്മുടെ യൂറോകോഡേറ്റിൻ്റെ മെയിൻ പ്രത്യേകത നമ്മൾ പറഞ്ഞു, സെഫാലോകോഡേറ്റിൻ്റെയും പറഞ്ഞു. യൂറോകോഡേറ്റിൽ ലാർവൽ ടെയിലിൽ മാത്രമേ നോട്ടോകോഡ് പ്രസൻ്റ് ആയിട്ടുള്ളൂ. സെഫാലോകോഡേറ്റിക്ക് ഹെഡ് ടു ടെയിൽ റീജിയനിൽ പ്രസൻ്റ് ആണ്. യൂറോകോഡേറ്റിൻ്റെ എക്സാമ്പിൾ അസീഡിയ, സാൽപ്പ, ഡോളിയോളം.
അസീഡിയ, സാൽപ്പ, ഡോളിയോളം. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞ മക്കളെ അസീഡിയ, സാൽപ്പ, ഡോളിയോളം. ഈ 3 എക്സാമ്പിൾസ് ആണ് ആർക്ക്? യൂറോകോഡേറ്റയ്ക്ക്. ഇനി സെഫാലോകോഡേറ്റിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ബ്രാഞ്ചിയോസ്റ്റോമ, ദാറ്റ് ഇസ് ആംഫിയോക്സിസ് ഓർ ലാൻഡ്സ്ലിറ്റ്. ബ്രാഞ്ചിയോസ്റ്റോമ, ദാറ്റ് ഇസ് ആംഫിയോക്സിസ് ഓർ ലാൻഡ്സ്ലിറ്റ്. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ ആയോ? യൂറോകോഡേറ്റിൻ്റെയും സെഫാലോകോഡേറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു തീർന്നിട്ടുണ്ട്. എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യൂറോകോഡേറ്റിൻ്റെ എക്സാമ്പിളാണ് എന്ത്? അസീഡിയ, സാൽപ്പ ആൻഡ് ഡോളിയോളം. സെഫാലോകോഡേറ്റിൻ്റെ എക്സാമ്പിളാണ് ബ്രാഞ്ചിയോസ്റ്റോമ, ആംഫിയോക്സിസ് ഓർ ലാൻഡ്സ്ലിറ്റ്. ബ്രാഞ്ചിയോസ്റ്റോമ, ദാറ്റ് ഇസ് ആംഫിയോക്സിസ് ഓർ ലാൻഡ്സ്ലിറ്റ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? സോ നമ്മളിപ്പം ടോട്ടലി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫൈലം കോഡേറ്റ ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 സബ് ഫൈല. അത് ഒന്നാമത്തേത് യൂറോകോഡാറ്റ ഓർ ട്യൂണിക്കാറ്റ, സെക്കൻഡ് വൺ ഇസ് സെഫാലോകോഡാറ്റ ആൻഡ് തേർഡ് വൺ ഇസ് വെർട്ടിബ്രേറ്റ. സോ അതിൽ യൂറോകോഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, സെഫാലോകോഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന ദ ലാസ്റ്റ് സബ് ഫൈലത്തിനെ പറ്റിയിട്ടാണ്. അതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് ഈ സബ് ഫൈലത്തിനെ പറ്റിയിട്ടാണ്. ഏതാണ്? വെർട്ടിബ്രേറ്റ. ഏതാണ് മക്കളെ? വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന സബ് ഫൈലത്തിനെ പറ്റിയിട്ടാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. സോ ദ മെമ്പേഴ്സ് ഓഫ് സബ് ഫൈലം വെർട്ടിബ്രേറ്റ possess notochord during the embryonic period. എംബ്രിയോണിക് പീരീഡിൽ മാത്രമാണ് വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന സബ് ഫൈലയിലെ ആളുകൾ നോട്ടോകോഡ് കാണിക്കുന്നത്. സോ സബ് ഫൈല വെർട്ടിബ്രേറ്റ possess notochord during the embryonic period. എംബ്രിയോണിക് പീരീഡിലാണ് മക്കളെ ഇവരുടെ നോട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കുക. ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. യൂറോകോഡേറ്റയിൽ, ലാർവൽ ടെയിലിൽ ത്രൂ ഔട്ട് ദ ലൈഫാണ്. ത്രൂ ഔട്ട് ദ ലൈഫ് പെർസിസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞത് അവർക്ക്. പക്ഷേ ഇവിടെ എന്താ പറയുന്നത്? സി പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ലൈഫ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വെർട്ടിബ്രേറ്റഡ് കേസ് എത്തുമ്പം എംബ്രിയോണിക് പീരീഡിൽ മാത്രമാണ് കാണുക. ഡ്യൂറിങ് ദ എംബ്രിയോണിക് പീരീഡ് ഓൺലി. ക്ലിയർ? ആൻഡ് ദ നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം. എന്തുകൊണ്ടാണ് ഇവർ എംബ്രിയോണിക് പീരീഡിൽ മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറയുന്നത്? കാരണം ഇവർ അഡൾട്ടിലോട്ട് എത്തുന്ന സമയത്ത് ഈ നോട്ടോകോഡിനെ റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരം അവിടെ അത് എന്തായിട്ട് റീപ്ലേസ് ചെയ്യും? വെർട്ടിബ്രൽ കോളമായിട്ട് മാറും. അതുകൊണ്ടാണല്ലോ ഇവർ വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത്. സി വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുമ്പം അവർക്ക് വെർട്ടിബ്രൽ കോളം ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അതായത് എംബ്രിയോണിക് പീരീഡിൽ മാത്രമേ ഇവർക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയാനുള്ള റീസൺ, ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ദ വെർട്ടിബ്രൽ കോളം ഇൻ ദ അഡൽട്ട്. അഡൽട്ടിൽ ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ കാർട്ടിലേജിനസ് ഓർ ബോണി വെർട്ടിബ്രൽ കോളം. മേ ബി കാർട്ടിലേജിനസ് വെർട്ടിബ്രൽ കോളം ആവാം, മേ ബി ബോണി വെർട്ടിബ്രൽ കോളം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ വീണ്ടും പറയാണ്, യൂറോകോഡേറ്റിനാണെങ്കിലും സെഫാലോകോഡേറ്റിനാണെങ്കിലും അവർക്ക് ഈ പറയുന്ന നോട്ടോകോഡ് ത്രൂ ഔട്ട് ദ ലൈഫ് പെർസിസ്റ്റൻ്റ് ആണ്. ത്രൂ ഔട്ട് ദ ലൈഫ് പെർസിസ്റ്റൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ദ തേർഡ് സബ് ഫൈലമായിട്ടുള്ള നമ്മുടെ വെർട്ടിബ്രേറ്റയ്ക്ക് എംബ്രിയോണിക് പീരീഡിൽ മാത്രമേ ഈ നോട്ടോകോഡ് കാണാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നോട്ടോകോഡാണ് റീപ്ലേസ് ചെയ്തിട്ട് കാർട്ടിലേജിനസ് അല്ലെങ്കിൽ ബോണി വെർട്ടിബ്രൽ കോളമായി മാറുന്നത് അഡൽട്ടിലെത്തുമ്പോൾ. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സോ ദസ് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഫൈനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. എല്ലാ വെർട്ടിബ്രേറ്റ്സും എന്താണ്? കോഡേറ്റ്സ് ആണ്. അതെന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ കാരണം? സി കോഡേറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അഥവാ കോഡേറ്റ്സിൻ്റെ സബ് ഫൈലയാണ് വെർട്ടിബ്രേറ്റ് എന്ന് പറയുന്നത്. കോഡേറ്റ്സിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്താണ്? അവർക്ക് നോട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കും. ഈ വെർട്ടിബ്രേറ്റൊക്കെ എന്ത് പ്രസൻ്റ് ആയിരുന്നു? നോട്ടോകോഡ് പ്രസൻ്റ് ആണ്. നോട്ടോകോഡ് പ്രസൻ്റ് അല്ലാത്ത വെർട്ടിബ്രേറ്റ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എംബ്രിയോണിക് പീരീഡിൽ ഈ നോട്ടോകോഡ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ പിന്നീട് റീപ്ലേസ് ചെയ്തിട്ട് വെർട്ടിബ്രൽ കോളമാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ബോണി വെർട്ടിബ്രൽ കോളം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനാണെങ്കിലും കാർട്ടിലേജിനസ് വെർട്ടിബ്രൽ കോളം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനാണെങ്കിലും റീപ്ലേസ് ചെയ്യാൻ ആദ്യം നോട്ടോകോഡ് വേണ്ടേ? അതുകൊണ്ട് വെർട്ടിബ്രേറ്റ്സ് ഒക്കെ കോഡേറ്റ്സ് ആണ്. കാരണം കോഡേറ്റ് എന്ന് പറയാനുള്ള ക്രൈറ്റീരിയ മെയിൻലി എന്താണ്? നോട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ നോട്ടോകോഡ് എല്ലാ വെർട്ടിബ്രേറ്റ്സിനും ഉണ്ടാകും. ഹെൻസ് വി ക്യാൻ സ്റ്റേറ്റ് ദാറ്റ് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. എല്ലാ വെർട്ടിബ്രേറ്റ്സുകളും എന്താണ്? കോഡേറ്റ്സ് ആണ്. അറ്റ് ദ സെയിം ടൈം എല്ലാ കോഡേറ്റ്സും വെർട്ടിബ്രേറ്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സി ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സിൽ കൺഫ്യൂഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വെർട്ടിബ്രേറ്റ്സിനും ആദ്യം നോട്ടോകോഡ് ഉണ്ട്. ആ നോട്ടോകോഡിനെയാണ് പിന്നീട് ബോണി ഓർ കാർട്ടിലേജിനസ് വെർട്ടിബ്രൽ കോളം ആക്കിയിട്ട് മാറ്റുന്നത്. അതുകൊണ്ടാണ് ഇവർ എംബ്രിയോണിക് പീരീഡിലാണ് കാണുന്നതെന്നും പറയുന്നത്. ബട്ട് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എല്ലാ നോട്ടോകോഡുകളും ചേഞ്ച് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കോഡേറ്റുകളും വെർട്ടിബ്രേറ്റ്സ് ആണ് നമുക്ക് പറയാൻ പറ്റത്തില്ല.
കാരണം സബ് ഫൈലം കോഡേറ്റ്സ് എന്ന് പറയുന്ന ഫൈലത്തിൻ്റെ അണ്ടറിലുള്ളവരാണ് യൂറോകോഡേറ്റും സെഫാലോകോഡേറ്റും ഒക്കെ. അവരെന്താണ് ആക്ച്വലി ദേ ആർ കോഡേറ്റ്സ്. അവർ കോഡേറ്റ് അല്ലേ, കോഡേറ്റിൻ്റെ അണ്ടറിൽ വരുന്നവരൊക്കെ കോഡേറ്റ് എന്ന് പറയാലോ. വട്ട് എവർ ദേ സബ് ഫൈലസ് യൂറോകോഡേറ്റ, സിഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ് ഒക്കെ ആയിക്കോട്ടെ, അവരെന്തായാലും കോഡേറ്റ്സ് ആണല്ലോ. കോഡേറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരല്ലേ ഇവരൊക്കെ. അവർ വെർട്ടിബ്രൽ കോളം കാണിക്കുന്നുണ്ടോ? ഇല്ല. അവർ ത്രൂ ഔട്ട് ദെയർ ലൈഫ് എന്താണ് പെർസിസ്റ്റ് ചെയ്യുന്നത്? നോട്ടോകോഡ് തന്നെയാണ് പെർസിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ കോഡേറ്റ്സുകളും വെർട്ടിബ്രേറ്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? പക്ഷെ എല്ലാ വെർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റും വരുന്നത്. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ മീനിങ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോവില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് മാറിപ്പോവും. കോഡേറ്റ്സ് എല്ലാം വെർട്ടിബ്രേറ്റ്സ് ആണ്, വെർട്ടിബ്രേറ്റ്സ് എല്ലാം കോഡേറ്റ്സ് ആണെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. വേണ്ട, ഇത്ര ഓർത്ത് വെച്ചാൽ മതി. കോഡേറ്റ്സിൻ്റെ അണ്ടറിൽ വരുന്ന ആളുകളുണ്ടല്ലോ, യൂറോകോഡേറ്റ, സെഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. ഇതിലെ ഈ വെർട്ടിബ്രേറ്റയ്ക്ക് മാത്രമാണല്ലോ നോട്ടോകോഡ് വെർട്ടിബ്രൽ കോളമായി മാറാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉള്ളത്. ആ ഒരു ക്യാരക്ടർ കാണിക്കുന്നത് വെർട്ടിബ്രേറ്റ്സ് മാത്രമാണല്ലോ. നോട്ടോകോഡ് വെർട്ടിബ്രൽ കോളമായി മാറുന്നു അഡൽട്ട് സ്റ്റേജിൽ എന്നുള്ള. അല്ലാണ്ട് യൂറോകോഡേറ്റ ആണെങ്കിലും അതിൻ്റെ മറ്റൊരു നെയിമാണ് ട്യൂണിക്കേറ്റ. അതുപോലെ തന്നെ സെഫാലോകോഡേറ്റ ആണെങ്കിലും ത്രൂ ഔട്ട് ദെയർ ലൈഫ് ഇവർ ഈ നോട്ടോകോഡ് വെച്ചിട്ട് തന്നെ നിൽക്കുന്നത്. പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് എന്നാണ് പറഞ്ഞത്, അല്ലാതെ എംബ്രിയോണിക് പീരീഡിൽ മാത്രം എന്നല്ല പറഞ്ഞത്. സോ അവരും ഒരു കോഡേറ്റ്സ് ആണ്. ആ കോഡേറ്റ്സ് വെർട്ടിബ്രൽ കോളം കാണിക്കുന്നുണ്ടോ? ഇല്ല. സോ ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വെർട്ടിബ്രേറ്റ്സ്, ബട്ട് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. കാരണം എന്താ, വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുമ്പം അവർക്ക് ഈ പറയുന്ന നോട്ടോകോഡ് എന്താണ് എംബ്രിയോണിക് പീരീഡിൽ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ആ നോട്ടോകോഡ് അഡൽട്ടിലെത്തുമ്പം ഈവൻ ഇഫ് ഇറ്റ് ഇസ് ബോണി ആവാം, അല്ലെങ്കിൽ കാർട്ടിലേജിനസ് വെർട്ടിബ്രൽ കോളമായിട്ട് റീപ്ലേസ് ചെയ്യും. ക്ലിയർ അല്ലേ മക്കളെ? ഈ ഒരു സെൻറ്റൻസ് പക്ക ആയില്ലേ? എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ മീനിങ് മനസ്സിലാക്കാണ്ട് ഇത് കാണാണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ തെറ്റിപ്പോവും. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ് ലൈനാണത്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ് and all codates are not vertebrates. And besides the basic codate characters, vertebrates have a ventral muscular heart. Okay, besides the basic codate character, അതായത് കോഡേറ്റിൻ്റെ ബേസിക് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു മക്കളെ? നോക്ക്, നോട്ടോകോഡ് പ്രസൻ്റ് ആണ്, അതുപോലെ തന്നെ ഹാർട്ട് ഈസ് വെൻട്രൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ? സോ ഈ ബേസിക് കോഡേറ്റ് ക്യാരക്ടേഴ്സിനൊഴികെ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ വെൻട്രൽ മസ്കുലാർ ഹാർട്ട്. വെൻട്രൽ മസ്കുലാർ ഹാർട്ട് വിത്ത് 2, 3 or 4 ചേമ്പേഴ്സ്. മനസ്സിലായോ? 2, 3, 4 ചേമ്പേഴ്സ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളുടെയൊക്കെ ഹാർട്ടിന് എത്ര ചേമ്പറാ മക്കളെ? നമ്മളുടെ ഹാർട്ടിന് എത്ര ചേമ്പറാ? നമുക്ക് ഹാർട്ടിനെ പറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ പമ്പിങ്ങും ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പോർഷൻ. ലൈക്ക് നമ്മൾ നല്ല രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണത്. ഓക്കെ, സർക്കുലേറ്ററി സിസ്റ്റം. അപ്പം അവിടെ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കാം. സോ ഇത് അട്രിയ, ഇത് വെൻട്രിക്കിൾ. ഇങ്ങനെയല്ലേ ഹാർട്ടിൻ്റെ ഒരു ഷേപ്പ് വരുന്നത്? ഷേപ്പ് മീൻസ് ആ ഒരു ഓർഡർ വരുന്നത് ഇങ്ങനെയല്ലേ? നമുക്കൊക്കെ 4 ചേമ്പേഴ്സാണ്. നമുക്കൊക്കെ എത്ര ചേമ്പറാണ്? 4 ചേമ്പറാണ്. എന്നാൽ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും 4 ചേമ്പേർഡ് ഹാർട്ടാണോ? അല്ല, 4 ചേമ്പേർഡ് ഹാർട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈനിൻ്റെ ആവശ്യമില്ലല്ലോ. ഇറ്റ് മേ ബി 2, 3 or 4. സോ ബിസൈഡ്സ് ദ ബേസിക് കോഡേറ്റ് ക്യാരക്ടേഴ്സ്, ബേസിക് കോഡേറ്റ് ക്യാരക്ടർ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് നോട്ടോകോഡിൻ്റെതാണ്. അതിലുപരി നമ്മൾ ഹാർട്ടിനെ പറ്റിയിട്ടും കൂടെ പറയണം. ഈ പറയുന്ന വെർട്ടിബ്രേറ്റ്സിനൊക്കെ എന്തുണ്ട്? വെൻട്രൽ മസ്കുലാർ ഹാർട്ട് ഉണ്ട്. എന്തുണ്ട് മക്കളെ? വെൻട്രൽ മസ്കുലാർ ഹാർട്ട് ഉണ്ട്. വെൻട്രൽ മസ്കുലാർ ഹാർട്ട് ഉണ്ട്. ഇറ്റ് മേ ബി 2 ആവാം, 3 ആവാം, 4 ആവാം. ഓക്കെ, അതുപോലെ തന്നെ കിഡ്നീസ് ഫോർ എക്സ്ക്രീഷൻ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ കിഡ്നി ഉണ്ട്. അതുപോലെ ഓസ്മോ റെഗുലേഷനും വേണ്ടിയിട്ടും. ആൻഡ് പെയർഡ് അപ്പൻഡേജസ് വിച്ച് മേ ബി ഫിൻസ് ഓർ ലിംസ്. നമുക്കൊക്കെ അല്ലേ എന്താണ് നമ്മുടെ പെയർഡ് അപ്പൻഡേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? നമ്മുടെ കൈയും കാലൊക്കെ തന്നെ. ഓക്കെ, സോ ഇതൊക്കെ ഇതിൻ്റെ ഈ ബേസിക് കോഡേറ്റ് ക്യാരക്ടേഴ്സിൽ ഇപ്പുറം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ക്ലിയർ അല്ലേ മക്കളെ? എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മളല്ലാത്ത ബേസിക് കോഡേറ്റ് ക്യാരക്ടർ അല്ലാത്ത വെർട്ടിബ്രേറ്റ്സിന് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് ഹാർട്ട്, കിഡ്നി, അതുപോലെ തന്നെ എക്സ്ക്രീഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളത്, ഓസ്മോ റെഗുലേഷന്, അതുപോലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ലിംസ്, അതായത് പെയർഡ് അപ്പൻഡേജസ്. ഇറ്റ് മേ ബി ലിംസ് ആവാം, ഫിൻസ് ആവാം. ഈ ഫിൻസ് നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും എന്താ ഫിൻസ് എന്ന്. ഫിഷിൻ്റെ കേസിലാണ് നമ്മൾ ഫിൻസ് എന്ന് പറയാം. ഓക്കെ, സി കാണിച്ചു തരാം. നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും.
സോ ഇതിനെയാണ് നമ്മൾ ഫിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? സോ ഇതെന്തിൻ്റെ കേസിലാണ് നമുക്ക് പറയാൻ പറ്റുക? ഫിഷിൻ്റെ കേസിലാണ് പറയാൻ പറ്റുക. ദാറ്റ് ഈസ് അവർ ഇതിൻ്റെ അണ്ടറിൽ വരുന്നവരല്ലേ. ക്ലിയർ? അവർ ഇതിൻ്റെ അണ്ടറിൽ വരുന്നവരാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? സോ നമ്മളിപ്പം വേർട്ടിബ്രേറ്റിൻ്റെ ഒരു ഔട്ട്ലൈന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എന്താണ് വേർട്ടിബ്രേറ്റ, അല്ലെങ്കിൽ കോഡേറ്റയുടെ അണ്ടറിൽ വരുന്ന സബ് ഫൈലം, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഇനി പിന്നെ അതുപോലെ തന്നെ പഠിച്ചിട്ടുള്ളത് വെർട്ടിബ്രൽ കോളത്തിനെ പറ്റിയിട്ട്, അത് എത്രത്തോളം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വെർട്ടിബ്രേറ്റ്സിൽ, ഇത്തരം കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. കോഡേറ്റ എന്ന് പറയുന്ന ഒരു ഫൈലത്തിൻ്റെ സബ് ഫൈലമായിരുന്നു വെർട്ടിബ്രേറ്റ. നമ്മളിനി വെർട്ടിബ്രേറ്റിനെ വീണ്ടും എന്ത് ചെയ്യാൻ പോവാണ് മക്കളെ? ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. വെർട്ടിബ്രേറ്റ ഈസ് അഗെയിൻ ഗോയിങ് ടു ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫർദർ ഡിവിഷൻസ്. ദാറ്റ് ഈസ് ഡിവിഷൻസ് ആക്കാനാണ് പോകുന്നത്. ഓക്കെ, വെർട്ടിബ്രേറ്റിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട്, ഇതുവരെ നമ്മൾ പഠിച്ചത് കോഡേറ്റ എന്ന് പറയുന്ന ഒരു ഫൈലത്തെ, ഇതെന്താണ്? ഫൈലമാണ്. ഈ ഫൈലത്തെ നമ്മൾ സബ് ഫൈലമാക്കി മാറ്റി. ആ സബ് ഫൈലത്തിൽ ഒരാളാണ് വെർട്ടിബ്രേറ്റ. ഇനി ഇതിൻ്റെ ഡിവിഷൻസ് ആണ് പറയുന്നത്. ഇതിൻ്റെ ഡിവിഷൻസ് ആണ് മക്കളെ നമ്മൾ പറയാൻ പോകുന്നത്. ക്ലിയർ? ഫൈലം കഴിഞ്ഞു, സബ് ഫൈലം കഴിഞ്ഞു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? അതിൻ്റെ ഡിവിഷൻസ് ആണ്. നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുകയാണ്, ലിവിങ് വേൾഡിലേക്ക് പോവുകയാണ്. ആ ലിവിങ് വേൾഡിൽ ഞാൻ ഹൈറാർക്കി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തായിരുന്നു ലാസ്റ്റിലേക്ക് വരുമ്പം ഏറ്റവും ലാസ്റ്റ് കിങ്ഡം ആയിരുന്നു അല്ലേ? ടോപ്പ് ഹൈറാർക്കി എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? ദാറ്റ് ഈസ് കിങ്ഡം ആയിരുന്നു. ആ കിങ്ഡത്തിൻ്റെ തൊട്ട് താഴെ വന്ന ആളായിരുന്നു ഫൈലം. റൈറ്റ്? ഓർക്കുന്നില്ലേ? കിങ്ഡത്തിൻ്റെ തൊട്ട് താഴെ വന്നായിരുന്നു ഫൈലം എന്ന് പറയുന്നത്. സോ നമ്മൾ ആ ഒരു ഓർഡറിൽ തന്നെയാണ് പോകുന്നത്. ആ കിങ്ഡം അനിമേലിയ എന്ന് പറയുന്ന വലിയൊരു ഹൈറാർക്കിയിൽ നിന്നും നമ്മൾ ഇനി ഓരോ ഫൈലങ്ങളെ പഠിക്കുകയാണ്. ഫൈലത്തിലെ സബ് ഫൈലത്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ ആ ഫൈലത്തിൻ്റെ തൊട്ട് താഴെയുള്ള ആളെയാണ് പഠിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ മക്കളെ? സോ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുമ്പം നമ്മൾ എന്ത് പഠിക്കും? സൂപ്പർ ക്ലാസ്സും ക്ലാസ്സൊക്കെ പഠിക്കും. ഫൈലും സബ് ഫൈലും പഠിച്ച പോലെ സൂപ്പർ ക്ലാസ്സും ക്ലാസ്സുമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ഡിവിഷൻ്റെ ഒരു പ്രൊസീജിയർ, അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിസിലാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? സോ വെർട്ടിബ്രേറ്റ എന്ന് പറയുന്നതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാണ്, രണ്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 types which bears jaw and which do not bears jaw, അല്ലെങ്കിൽ which lacks jaw. ജോ പ്രസൻ്റ് ആയിട്ടുള്ളവരും ജോ ആബ്സെൻ്റ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന സബ് ഫൈലം ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 2. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? അനാത്ത. ഞാൻ വീണ്ടും പറയുവാണ്. എ എന്ന് കണ്ടാൽ ബയോളജിയിൽ യൂഷ്വലി എ എന്ന് കണ്ടാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ആബ്സെൻറ്റ്. എന്താ മക്കളെ മീൻ ചെയ്യുന്നത്? ആബ്സെൻറ്റ്. സോ ഇവിടെ ഹിയർ ലാക്സ് ജോ എന്ന് വെച്ചാൽ ജോ ആബ്സെൻ്റ് ആണ്. അതാണ് അനാത്ത എന്ന് പറയാം. ഓക്കെ, സോ ദ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് അനാത്തയായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു. രണ്ടാമത്തെന്ന് പറയുന്നത് നാത്തോസ്റ്റൊമാറ്റ. ഇവിടെ എ പ്രസൻ്റ് ആണോ? അല്ല. നാത്തോസ്റ്റൊമാറ്റ എന്ന് പറയുമ്പം വിച്ച് ബിയേഴ്സ് ജോ എന്ന് വെച്ചാൽ ജോ പ്രസൻ്റ് ആണ്. ജോ എന്താണ് മക്കളെ? പ്രസൻ്റ് ആണ്. ക്ലിയർ ആയോ? ക്ലാരിറ്റി വന്നോ എന്താണ് ഞാൻ ഉദ്ദേശിച്ചതെന്നുള്ളത്? സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏന്ന് കണ്ടാൽ നിങ്ങൾ ആബ്സെൻ്റ് എന്ന് ഓർക്കുക. സോ ജോ ആബ്സെൻ്റ് ആയവരെ നമ്മൾ അനാത്ത എന്നും പറയും. ജോ പ്രസൻ്റ് ആയവരെ നമ്മൾ നാത്തോസ്റ്റൊമാറ്റ എന്നും പറയും. സോ സബ് ഫൈലം വെർട്ടിബ്രേറ്റ is again classified into 2. The first one which lacks the jaw or where the jaw is absent known as anata, and the second one where the jaw is present or which bears the jaw known as nathostomata. Clear ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ മക്കളെ. എഗെയിൻ ദിസ് അനാത്തേനെ നമ്മൾ വീണ്ടും അതിൻ്റെ ക്ലാസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. അനാത്തയുടെ ക്ലാസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സൈക്ലോസ്റ്റൊമാറ്റ. അനാത്തയിൽ വരുന്ന ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? സൈക്ലോസ്റ്റൊമാറ്റ. അവിടെ ഫർദർ ഡിവിഷൻസ് ഒന്നും പഠിക്കുന്നില്ല. അനാത്തയിൽ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് സൈക്ലോസ്റ്റൊമാറ്റ. അതിൽ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. അപ്പോൾ സൈക്ലോസ്റ്റൊമാറ്റയുടെ പ്രത്യേകത എന്തായിരിക്കും? അതിലുള്ള ആളുകൾക്കൊന്നും എന്തുണ്ടാവില്ല? ജോ ഉണ്ടാവില്ല. ദേ വിൽ ലാക്ക് ദ ജോസ്. ഓക്കെ, ഓർ ദ ജോ വിൽ ബി ആബ്സെൻറ്റ് ഫോർ ദം. ക്ലിയർ ആണല്ലോ? ഇനി നാത്തോസ്റ്റൊമാറ്റ. നാത്തോസ്റ്റൊമാറ്റ എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് ബിയേഴ്സ് ദ ജോ വേർ ദ ജോ ഇസ് പ്രസൻറ്റ്. സോ അതിനെ നമ്മൾ വീണ്ടും രണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പിസസ് ആൻഡ് ടെട്രാപോഡ. പിസസ് ആൻഡ് ടെട്രാപോഡ, ദീസ് ആർ ദ സൂപ്പർ ക്ലാസ്സസ്. ഓക്കെ, ഇവരെന്താണ് മക്കളെ? സൂപ്പർ ക്ലാസ്സസ് ആണ്. ഇവർ സൂപ്പർ ക്ലാസ് ആണ്. സബ് ഫൈലിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു.
ആൻഡ് ദാറ്റ് ഇസ് ദ സൂപ്പർ ക്ലാസ്. ഏതൊക്കെയാണ് മക്കളെ സൂപ്പർ ക്ലാസ്? പിസസ് ആൻഡ് ടെട്രാപോഡ്. ഇനി പിസസ് എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിനെ ഞാൻ വീണ്ടും അതിൻ്റെ താഴോട്ട് കൊണ്ടുപോകണം, ദാറ്റ് ഇസ് ക്ലാസ്. പിസസ് എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ആവുന്നത് 2 ക്ലാസ് ആണ്. ഒന്നാമത്തത് കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്. പിസസ് എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് ബിയർ ഫിൻസ്. ക്ലിയർ ആണോ? പിസസിൻ്റെ പ്രത്യേകത അവർക്ക് ഫിൻസ് ആണ് ഉണ്ടാവുക. ഞാൻ നേരത്തെ ക്ലാസ് എടുത്ത സമയത്ത് ഇവിടെ ഒരു ലാസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിസൈഡ്സ് ദ ബേസിക് കോഡേറ്റ് ക്യാരക്ടേഴ്സ് ദേ മേ ബി ഹാവിങ് ഫിൻസ് ആൻഡ് ലിംസ്. ഫിൻസും ലിംസും ഉണ്ടാകും. ഓക്കെ അല്ലേ? അങ്ങനെ ഫിൻസ് ഉള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പിസസ് എന്ന് വിളിക്കുക. ലിംസ് ഉള്ളവരെയാണ് നമ്മൾ ടെട്രാപോഡ എന്ന് വിളിക്കുക. ടെട്ര എന്ന് വെച്ചാൽ എന്താ? 4. റൈറ്റ്. സോ ടെട്രാപോഡ എന്ന് വെച്ചാൽ ലിംസ് ഉള്ളവരും, എന്നാൽ ഫിൻസ് ഉള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? ദാറ്റ് ഈസ് പിസസ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? സോ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്നിപ്പം ഫൈലത്തിൽ നിന്നും കിങ്ഡത്തിൽ നിന്നും നമ്മൾ ക്ലാസ് വരെ എത്തി. കിങ്ഡം അനിമേലിയയിലെ ഫൈലം കോഡാറ്റേനെ ഡിവൈഡ് ചെയ്ത് സബ് ഫൈലം വേർട്ടിബ്രേറ്റ ആക്കി വീണ്ടും ഡിവൈഡ് ചെയ്തു. അതിനെ 2 ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? അനാത്തയും നാത്തോസ്റ്റൊമാറ്റയും. അനാത്ത എന്ന് വെച്ചാൽ വിച്ച് ലാക്ക് ദ ജോസ് ആൻഡ് നാത്തോസ്റ്റൊമാറ്റ എന്ന് വെച്ചാൽ വിച്ച് ബിയേഴ്സ് ദ ജോസ്. ഈ പറയുന്ന അനാത്തേനെ വീണ്ടും ഒരു ക്ലാസ് ആക്കി മാറ്റി, ആൻഡ് ദാറ്റ് ഇസ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ഇനി നാത്തോസ്റ്റൊമാറ്റേനെ വീണ്ടും 2 സൂപ്പർ ക്ലാസ്സുകളാക്കിയിട്ട് മാറ്റിയിട്ട്, ദാറ്റ് ഇസ് പിസസ് ആൻഡ് ടെട്രാപോഡ. ഈ പിസസ് എന്ന് പറയുമ്പം ഇറ്റ് മീൻസ് ദാറ്റ് വിച്ച് ബിയേഴ്സ് ഫിൻസ്. ഫിൻസ് ബിയർ ചെയ്യുന്നവരെയാണ് നമ്മൾ പിസസ് എന്ന് പറയുക. അറ്റ് ദ സെയിം ടൈം ലിംസ് ബിയർ ചെയ്യുന്നവരെയാണ് നമ്മൾ ടെട്രാപോഡ എന്ന് പറയുക. സോ പിസസ് ആൻഡ് ടെട്രാപോഡ എന്ന് പറയുന്ന 2 സൂപ്പർ ക്ലാസ് ആക്കിയിട്ട് മാറ്റി. ഓക്കെ, ഇനി പറയുന്ന പിസസിനെ വീണ്ടും ക്ലാസ് ആക്കിയിട്ട് മാറ്റണ്ടേ? നമ്മുടെ അടുത്ത് ഇപ്പോൾ സൂപ്പർ ക്ലാസ് ആണല്ലോ, നമുക്ക് വേണ്ട ഓരോ ക്ലാസ്സസ് ആണ്. സോ അതിനെ നമ്മൾ വീണ്ടും ക്ലാസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. സോ പിസസിലെ 2 ക്ലാസ് ആണ് മക്കളെ, ദാറ്റ് ഈസ് കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്. കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും. ഇനി ടെട്രാപോഡയിൽ മൊത്തം 4 ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഇസ് ആംഫീബിയ, റെപ്റ്റീലിയ, സെക്കൻഡ് വൺ, തേർഡ് വൺ ഇസ് ഏവ്സ്, ആൻഡ് ഫോർത്ത് വൺ ഇസ് മാമേലിയ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ മക്കളെ? സോ പിസസ്, ടെട്രാപോഡ. പിസസ് എന്ന് പറയുമ്പോൾ ബിയേഴ്സ് ഫിൻസ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടെ നിങ്ങളിത് കംപ്ലീറ്റ്ലി പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി പഠിക്കാനുള്ളൊരു ടൈം കണ്ടെത്തുന്നതിന് പകരം ഇതോടുകൂടെ, എൻ്റെ ക്ലാസ് കഴിയുന്നതോടുകൂടെ നിങ്ങളിതിൽ പ്രോ ആയിരിക്കണം. ഓക്കെ, സോ നമ്മൾ ബാക്ക് ടു അവർ ടോപ്പിക്, പിസസ് ആൻഡ് ടെട്രാപോഡ. ഈ പറയുന്ന പിസസിൽ ബിയർ ഫിൻസ്, ടെട്രാപോഡയിൽ ബിയർ ലിംസ്. ഇനി പിസസിനെ വീണ്ടും ക്ലാസ് ആക്കി മാറ്റി, ദാറ്റ് ഈസ് ക്ലാസ് കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്. ഈ പറയുന്ന ടെട്രാപോഡയ്ക്ക് 4 ക്ലാസ്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താ ടെട്രാപോഡ? വിച്ച് ബിയേഴ്സ് ലിംസ്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതിൽ ആരൊക്കെ ഉണ്ട്? അങ്ങനെ പറഞ്ഞാൽ മതി. ആരൊക്കെ ഉണ്ട് അതിൽ? ഏവ്സ് ഉണ്ട്, റെപ്റ്റീലിയ ഉണ്ട്, മെമേലിയ ഉണ്ട്, അതുപോലെ തന്നെ ആംഫീബിയ ഉണ്ട്. ഈ 4 ക്ലാസ്സാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? സോ ഇനി നമുക്ക് ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഇവരുടെ എക്സാമ്പിൾസ്, ഈ പറയുന്ന സൈക്ലോസ്റ്റൊമാറ്റ പഠിക്കണം, കോൺട്രിക്ടൈസ് പഠിക്കണം, ഓസ്റ്റിക്ടൈസ് പഠിക്കണം, മെമേലിയ പഠിക്കണം, ആംഫീബിയ, റെപ്റ്റീലിയ, ഏവ്സ്, ഇതിനൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. Okay, so the first one we are going to study about the Anatha. Anatha എന്ന് പറയുന്ന ഡിവിഷനിൽ, ഓക്കെ, എന്താണ് മക്കളെ? അനാത്ത. ഈ പറയുന്ന അനാത്ത എന്തായിരുന്നു? ആബ്സെൻ്റ് ആയിരുന്നു. എന്താണ് ആബ്സെൻറ്റ്? ജോ ആബ്സെൻ്റ് ആയിട്ടുള്ളവരല്ല അനാത്ത. സോ അതിൽ നമ്മൾ പഠിച്ചൊരു ക്ലാസ്സാണ് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റ. ആ സൈക്ലോസ്റ്റൊമാറ്റിനെ പറ്റിയിട്ടാണ് മക്കളെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തായിരുന്നു? സൈക്ലോസ്റ്റൊമാറ്റ. ക്ലിയർ ആണല്ലോ? സോ all living organisms, firstly I have to say that each and every line is a question. Each and every line of this paragraph is a question for you. So you have to think properly, you have to give your 100% to study this part. Okay, ബാക്കിയുള്ളതിൻ്റെ മുന്നേ വരെയുള്ളതൊക്കെ നമ്മൾ ചിലപ്പം ലൈക്ക് വെദർ ഇഫ് യു ആർ നോട്ട് കോൺസെൻട്രേറ്റിംഗ് വെരി മച്ച് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ ആണല്ലോ? എൻ്റെ കൂടെ തന്നെ പോരാ. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്ലാസ് ഓഫ് അനാത്ത എന്ന് പറയുന്നത്, ഫസ്റ്റ് എന്നില്ല, നമുക്ക് ആകെ ഒരൊറ്റ ക്ലാസ്സേ നമുക്ക് അനാത്തയിൽ പഠിക്കാനുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് സൈക്ലോസ്റ്റൊമാറ്റ. എന്താണ് മക്കളെ നെയിം വരുന്നത്? ദാറ്റ് ഈസ് സൈക്ലോസ്റ്റൊമാറ്റ. ക്ലിയർ ആണല്ലോ? സോ സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക്? എല്ലാവരും റെഡി അല്ലേ? ഉറങ്ങിയിട്ടൊന്നുമില്ല എല്ലാവരും? നല്ല അടിപൊളിയായിട്ട് എനർജറ്റിക് ആയിട്ടിരിക്കുക. ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന്
റിഫ്രഷ് ചെയ്തിട്ട് വീണ്ടും വന്നിരിക്കുക. ഒന്ന് പോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോയിട്ട് റിഫ്രഷ് ചെയ്യുക, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. All living members of the class Cyclostomata are ectoparasite on some fishes. First important point. ചില ഫിഷിലെ എക്ടോപാരസൈറ്റ് ആയിട്ടാണ് നമ്മൾക്ക് ഈ പറയുന്ന സൈക്ലോസ്റ്റൊമാറ്റോനെ കാണാൻ പറ്റുക. സം മെമ്പേഴ്സിനെയാണോ? അല്ല. സൈക്ലോസ്റ്റൊമാറ്റയിലെ എല്ലാ മെമ്പേഴ്സും, എല്ലാ ലിവിങ് മെമ്പേഴ്സും എങ്ങനെയായിരിക്കും മക്കളെ പ്രസൻ്റ് ആയിട്ടുണ്ടാവുക? ദേ ആർ പ്രസൻറ്റ് ആസ് എക്ടോപാരസൈറ്റ്. എക്ടോപാരസൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ പാരസൈറ്റ്? പാരസൈറ്റ് എന്ന് വെച്ചാൽ ലിവിങ് ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ, ലിവിങ് ഓർഗാനിസത്തിൻ്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് പാരസൈറ്റ് എന്ന് വെച്ചാൽ. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, എൻഡോപാരസൈറ്റ് ഉണ്ട്, എക്ടോപാരസൈറ്റ് ഉണ്ട്. റൈറ്റ്. എൻഡോപാരസൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ബോഡിക്കകത്ത് കയറിയിട്ട് അവിടെ ജീവിക്കുന്നവർ, അങ്ങനെ ഡിപ്പെൻഡൻസി കീപ്പ് ചെയ്യുന്നവരാണ് ഈ പറയുന്ന എൻഡോപാരസൈറ്റ്. അറ്റ് ദ സെയിം ടൈം ഔട്ട്സൈഡ് ദ ബോഡി ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? ദാറ്റ് ഈസ് എക്ടോപാരസൈറ്റ്. ഔട്ട്സൈഡ് ദ ബോഡി ആണെങ്കിൽ എക്ടോപാരസൈറ്റ്. സോ ഇവിടെ സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നവർ ദേ ആർ കംപ്ലീറ്റ്ലി എക്ടോപാരസൈറ്റ്. അവരെന്താണ്? എക്ടോപാരസൈറ്റ് ആണ്. ദാറ്റ് ഈസ് ഓൾ ലിവിങ് മെമ്പേഴ്സ് ആർ എക്ടോപാരസൈറ്റ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓൺ സം ഫിഷസ് ആൻഡ് ദേ ഹാവ് ആൻ ഇലോങ്ങേറ്റഡ് ബോഡി. ദേ ഹാവ് ആൻ ഇലോങ്ങേറ്റഡ് ബോഡി. ഇനി ഞാൻ പറയുന്നത് എപ്പോഴും എക്സാമുകൾക്ക് കമ്പയർ ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്പർ ഓഫ് ഗിൽ സ്ലിറ്റ്സ് അല്ലെങ്കിൽ പെയേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ് എന്നുള്ളത്. എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ റെഡിൽ തന്നെ മാർക്ക് ചെയ്യാം. ബിയേഴ്സ് 6 to 15 പെയേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് ഫോർ റെസ്പിറേഷൻ. സൈക്ലോസ്റ്റൊമാറ്റയുടെ റെസ്പിറേഷൻ ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് ഗിൽ സ്ലിറ്റ്സ്, പെയേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ്, ദാറ്റ് ഈസ് 6 to 15 പെയേഴ്സ് ആണ്. ക്ലിയർ ആണോ? 6 to 15 പെയേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് എവിടെ കാണുന്നുണ്ട് മക്കളെ? ഈ പറയുന്ന സൈക്ലോസ്റ്റൊമാറ്റയ്ക്ക് കാണുന്നുണ്ട്. 6 to 15 പെയേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് ആർ പ്രസൻറ്റ് ഫോർ ദ സൈക്ലോസ്റ്റൊമാറ്റ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയാണ്. സൈക്ലോസ്റ്റൊമാറ്റ എല്ലാ ലിവിങ് മെമ്പേഴ്സും ആക്ട് ആസ് ഓർ ഇറ്റ് പ്രസൻറ്റ് ആസ് എക്ടോപാരസൈറ്റ് ഓൺ സം ഫിഷസ്. ക്ലിയർ അല്ലേ? ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇലോങ്ങേറ്റഡ് ബോഡി. അവർക്ക് എങ്ങനെ ഉണ്ടാവുക? ബോഡി എങ്ങനെയാണ് അവരത്? ഇലോങ്ങേറ്റഡ് ബോഡിയാണ്. ഇനി അവരുടെ റെസ്പിറേഷന് വേണ്ടിയിട്ടുള്ള ഗിൽ സ്ലിറ്റ്സ് 6 to 15 പെയേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് ആയിരിക്കും പ്രസൻറ്റ് ആയിട്ടുണ്ടാവുക. 6 to 15 പെയേഴ്സ് ഓഫ് ഗിൽ സ്ലിറ്റ്സ് ആയിരിക്കും പ്രസൻറ്റ് ആയിട്ടുണ്ടാവുക ഫോർ റെസ്പിറേഷൻ. ഇനി they have a sucking and circular mouth without jaws. അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? കാരണം അനാത്തയുടെ ഒരൊറ്റ ക്ലാസ് അല്ലേ, ആകെയുള്ളൊരു ക്ലാസ്സിൽ സൈക്ലോസ്റ്റൊമാറ്റ. സോ അവർക്ക് എന്താണ്? ജോ ഇല്ല എന്നുള്ളതിൽ നമുക്ക് ഡൗട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നൊരു ഏരിയ എന്ന് പറയുന്നത് അവരുടെ മൗത്ത് എങ്ങനത്താണ്? ദേ ഹാവ് എ സക്കിംഗ് ആൻഡ് സർക്കുലാർ മൗത്ത്. ദേ ഹാവ് എ സക്കിംഗ് ആൻഡ് സർക്കുലാർ മൗത്ത് വിത്തൗട്ട് ജോസ്. ദേ ഹാവ് എ സക്കിംഗ് ആൻഡ് സർക്കുലാർ മൗത്ത് വിത്തൗട്ട് ജോസ്. ക്ലിയർ അല്ലേ മക്കളെ? ആൻഡ് ദെയർ ബോഡി ഈസ് ഡിവോയിഡ് ഓഫ് സ്കെയിൽസ്. എന്താ ഡിവോയിഡ് എന്ന് പറഞ്ഞാൽ? അവർക്കില്ല, ആബ്സെൻ്റ് ആണെന്നാണ് ഡിവോയിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഡിവോയിഡ് എന്ന് വെച്ചാൽ ആബ്സെൻ്റ് ആണ്. സോ ദെയർ ബോഡി ഈസ് ഡിവോയിഡ് ഓഫ് സ്കെയിൽസ്. എന്താ സ്കെയിൽസ് എന്ന് വെച്ചാൽ? സ്കെയിൽസ് അറിയില്ല നിങ്ങൾക്ക്? അതായത് ഇപ്പം നമ്മളൊരു ഫിഷിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫിഷ് ആയില്ലല്ലേ, നമ്മളിവിടെ ഒരു ഫിഷിനെ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ. സി, ഇതാണ് സ്കെയിൽസ് എന്ന് പറയുന്നത്. ഇതൊക്കെ അവരുടെ സ്കെയിൽസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ എന്താണ്? സ്കെയിൽസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ. സോ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അങ്ങനെ സ്കെയിൽസ് ഉണ്ടാവത്തില്ല. അത് നിങ്ങൾക്ക് ഇവരെ നോക്കിയാൽ തന്നെ മനസ്സിലാവാം. ഓക്കെ. എന്ത് ക്ലീൻ ആയിട്ടാണ് ഇവർ കിടക്കുന്നത്, മനസ്സിലായോ? നല്ല ക്ലീൻ ആയിട്ടുള്ള ബോഡി അല്ലേ അവർക്ക്? എന്ന് വെച്ചാൽ ദേ ആർ ഡിവോയിഡ് ഓഫ് സ്കെയിൽസ്. അവർക്ക് എന്താണ് മക്കളെ? സ്കെയിൽസ് ഇല്ല. ദേ ആർ ഡിവോയിഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയേർഡ് ഫിൻസ്. ഫിൻസും ആബ്സെൻ്റ് ആണ്, സ്കെയിൽസും ആബ്സെൻ്റ് ആണ്. ഫിൻസും ആബ്സെൻ്റ് ആണ്, സ്കെയിൽസും ആബ്സെൻ്റ് ആണ്. ഫിൻസ് പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവർ ഏതിലാണ് വരേണ്ടത്? ഏതിൻ്റെ അണ്ടറിലാണ് വരേണ്ടത്? ഓക്കെ. ഇവർക്ക് ജോ ഇല്ല എന്നുള്ളതൊരു കാര്യം. ജോ കൺസിഡർ ചെയ്യാതെ നിങ്ങൾ സപ്പോസ് ഇവർക്ക് ജോ ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിൻസ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ഏതിൻ്റെ അണ്ടറിൽ വരേണ്ട ആൾക്കാരാ? പിസസിൻ്റെ അണ്ടറിലല്ലേ വരണ്ടേ? പക്ഷേ ഇത് സൈക്ലോസ്റ്റൊമാറ്റയാണ്. ഇവർക്ക് ജോ ആബ്സെൻ്റ് ആണ്, ഇവർക്ക് ഫിൻസ് ആബ്സെൻ്റ് ആണ്, ഇവർക്ക് സ്കെയിൽസ് ആബ്സെൻ്റ് ആണ്. സോ ദേ ആർ ഡിവോയിഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് പെയേർഡ് ഫിൻസ്. ഓക്കെ. ദേ ലാക്ക് ജോസ്. ക്ലിയർ അല്ലേ മക്കളെ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇതൊക്കെ വെച്ചിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരാറ്. ഈ ചാപ്റ്ററിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ ലൈക്ക് കോഡേറ്റ്സ് പോർഷൻ എന്നാണ് കൂടുതലും കാണുന്നത്. ഈവൻ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ എന്നല്ല, നമ്മൾ അല്ലാത്ത ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക ചിലപ്പോൾ ഈ ഭാഗത്തു നിന്നായിരിക്കും. ഓക്കെ. മറ്റതൊന്നും കൂടി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും.
their body is devoid of scales and paired fins. Okay, clear ആണല്ലോ. ഇനി cranium and vertebral column are cartilaginous. Cranium and vertebral column are cartilaginous. This is a very very important point. Cranium and vertebral column cartilaginous ആണോ bony ആണോ എന്നതാണ് അടുത്തൊരു question. It is cartilaginous. Clear ആണോ മക്കളെ? Cranium and vertebral column are cartilaginous. എന്തിൻ്റെ? Cyclostomatയുടെ. Cyclostomatയുടെ cranium vertebral column എന്താണ്? They are cartilaginous. Clear ആണല്ലോ? They are cartilaginous. ഇനി circulation is of closed type. Circulation is of closed type. എന്താണ് closed type എന്ന് പറഞ്ഞാൽ? അതായത് അവർക്ക് സെപ്പറേറ്റ് വെസൽസ് ഉണ്ട്. ഓക്കെ, പമ്പിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെസൽസ് ഉണ്ട്. അതായത് ആർട്ടറി ആവാം, വെയിൻ ആവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഞാൻ പറഞ്ഞത് കോമൺലി പറഞ്ഞതാണ്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള വെസൽസ്, പാസേജ് പാത്വേസ് ഉണ്ടാകും. ക്ലിയർ അല്ലേ മക്കളെ? അല്ലാണ്ട് ഡയറക്റ്റ്ലി ബാത്ത് ഔട്ട് ചെയ്യല്ല ചെയ്യാം. അതാണ് ക്ലോസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സൈക്ലോസ്റ്റോംസ് ആർ മെറൈൻ ബട്ട് മൈഗ്രേറ്റ് ഫോർ സ്പോണിങ് ടു ഫ്രഷ് വാട്ടർ. ആക്ച്വലി ദീസ് ആർ മെറൈൻ. സൈക്ലോസ്റ്റോംസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? മെറൈൻ ആണ്. പക്ഷേ ഇവർ സ്പോണിങ്ങിന് വേണ്ടിയിട്ട് ഏടുക്ക് പോകുന്നുണ്ട്? നമ്മുടെ മെറൈൻക്ക് പോകുന്നുണ്ട്, ഫ്രഷ് വാട്ടർക്ക് പോകുന്നുണ്ട്. ഇവർ ആക്ച്വലി എന്താണ്? മെറൈൻ ആണ്. ആക്ച്വലി ഇവരെന്താണ്? മറൈൻ ഓർഗാനിസം ആണ്. സ്പോണിങ്ങിന് വേണ്ടിയിട്ട് ഇവർ എവിടെ പോകും? ഫ്രഷ് വാട്ടറിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തീർന്നു, ബാക്കി അവിടെ തന്നെ. അങ്ങനെയാണോ? അങ്ങനെയാണോ മക്കളെ? സി, ഇവർ സ്പോണിങ്ങിന് വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടറിലോട്ട് പോയി എന്ന് നമ്മൾ പറഞ്ഞു. ക്ലിയർ? ഇനി ഇവരെന്താവുന്നത് നോക്ക്. ആഫ്റ്റർ സ്പോണിങ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ് ദേ ഡൈ. ഇങ്ങനെ സ്പോൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവർ തീരുമാനമാവും. ഓക്കെ, ദേ ഡൈ. ആൻഡ് ദെയർ ലാർവേ, ലൈക്ക് അവർ സ്പോൺ ചെയ്തു, ലാർവേ ഉണ്ടായല്ലോ. ഈ ലാർവേ എന്താ ചെയ്യുന്നത്? മെറ്റാമോർഫോസിസിന് ശേഷം ഓഷനിൽ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ പിന്നെ അവിടെ വലുതായിട്ട് ഇവർ വീണ്ടും സ്പോണിങ്ങിന് വേണ്ടിയിട്ട് ഫ്രഷ് വാട്ടറിലേക്ക് പോകും, അവിടെ ഡൈ ചെയ്യും. എന്ന് വെച്ചാൽ ഈ പറയുന്ന സൈക്ലോസ്റ്റോംസിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എവിടെ തന്നെയാണ്? ഫ്രഷ് വാട്ടറിലാണ്. പക്ഷേ അവരുടെ ലൈഫ് ബാക്കി ലൈഫ് പീരീഡ് മൊത്തം എവിടെയായിരിക്കും? ഓഷ്യനിലായിരിക്കും. ക്ലിയർ ആണോ മക്കളെ? സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എവിടെയാണ്? ഫ്രഷ് വാട്ടറിലാണ്. സ്പോണിങ്ങിന് വേണ്ടിയിട്ട് മെറൈൻ വാട്ടറിൽ നിന്നും അവർ ഫ്രഷ് വാട്ടറിലോട്ട് പോകും, സ്പോൺ ചെയ്യും, അവരവിടെ ഡൈ ചെയ്യും. എന്നിട്ട് ആ ഉണ്ടായിട്ടുള്ള ലാർവേ മെറ്റാമോർഫോസിസിന് ശേഷം എവിടേക്ക് വരും? ഓഷനിലോട്ട് വരും. അവരവരുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്തിട്ട് അവർക്ക് സ്പോൺ ചെയ്യാനാകുമ്പം വീണ്ടും അവരെവിടേക്ക് പോകുന്നു? ഫ്രഷ് വാട്ടറിലോട്ട് പോകുന്നു. ആ ഫ്രഷ് വാട്ടറിൽ വീണ്ടും ലാർവേനെ ഇടുന്നു, ഇവർ ഡൈ ആവുന്നു, ആ ലാർവ ഇങ്ങോട്ട് വരുന്നു. ഇതൊരു സൈക്ലിക് പ്രോസസ്സ് ഇങ്ങനെ നടക്കും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ മക്കളെ? ഇത്രയാണ് നമുക്ക് സൈക്ലോസ്റ്റോമാറ്റയിൽ പഠിക്കാനുള്ളത്. ഇറ്റ് ഈസ് ഈസി. ഓക്കെ, നിങ്ങൾ എന്താ പറയുക, ഒന്ന് ആലോചിച്ചിരുന്ന് പഠിച്ചാൽ മതി. ഓക്കെ, സിമ്പിളായിട്ടൊന്ന് ഇരുന്ന് പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്തൊക്കെയാണ് സൈക്ലോസ്റ്റോമാറ്റയുടെ? അവർക്ക് ജോ ആബ്സെൻ്റ് ആണ്. അതുകൊണ്ടാണ് അനാഥയിൽ ക്ലാസ്സായി മാറിയത് സൈക്ലോസ്റ്റോമാറ്റ. ഫിൻസ്, സ്കെയിൽസ് ഇതൊക്കെ ഡിവോയിഡ് ആണ്. ഇവർക്ക് ഈ പറയുന്ന പെയർഡ് ഫിൻസ് ഇല്ല, സ്കെയിൽസ് ഡിവോയിഡ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ. ഇനി ക്ലോസ്ഡ് സർക്കുലേഷൻ, അതുപോലെ കാർട്ടിലേജിനസ് ആണ്. കാർട്ടിലേജിനസ് വെർട്ടിബ്രൽ കോളവും ക്രേനിയം ആണ്, ബോണി അല്ല. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. ബോണി, ക്രേനിയം, വെർട്ടിബ്രൽ കോളവും അല്ല സൈക്ലോസ്റ്റോംസ് കാണിക്കുന്നത്. സൈക്ലോസ്റ്റോംസിനുള്ള ക്രേനിയം വെർട്ടിബ്രൽ കോളവും എന്താണ്? ദാറ്റ് ഈസ് കാർട്ടിലേജിനസ്. കാർട്ടിലേജിനസ് വെർട്ടിബ്രൽ കോളം അതുപോലെ തന്നെ ക്രേനിയവും ആണ് ആര് കാണിക്കുന്നത് മക്കളെ? ഈ പറയുന്ന സൈക്ലോസ്റ്റോംസ് കാണിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? ഇനി എവിടെയാണ് ഇവരെ? ആക്ച്വലി ദേ ആർ മെറൈൻ. സ്പോണിങ്ങിന് വേണ്ടി മാത്രം അവർ ഫ്രഷ് വാട്ടറിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ ഡൈ ചെയ്യും, മെറ്റാമോർഫോസിസിന് ശേഷം ആ ലാർവേ തിരിച്ച് ഓഷ്യനിലോട്ട് വരും. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പെട്രോമൈസൺ. എന്താണ്? ദാറ്റ് ഈസ് പെട്രോമൈസൺ, അല്ലെങ്കിൽ ഓൾസോ നോൺ ആസ് ലാംബ്രെ. പെട്രോമൈസൺ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മക്കളെ ലാംബ്രെ ആൻഡ് മിക്സിൻ. ക്ലിയർ ആണോ? മിക്സിൻ അല്ലെങ്കിൽ ഹാഗ് ഫിഷ്. മക്കളെ ഈ ഒരു പിക്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതിൻ്റെ എന്ന് മാത്രമല്ല സൈക്ലോസ്റ്റോംസിൻ്റെ ആണെങ്കിലും കോൺട്രിക്ടൈസിൻ്റെ, ഓസ്റ്റിക്ടൈസിൻ്റെ ഒക്കെ പിക്ചേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് നോൺ കോഡിറ്റ്സിൻ്റെ പോലെയല്ല, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫിഷ് ഏരിയയാണ്. മൊത്തത്തിൽ നമ്മൾ അങ്ങനത്തെ ഒരു ഏരിയക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മാറിപ്പോകാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ടാണ് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ സൈക്ലോസ്റ്റോംസിൻ്റെ നിങ്ങൾക്കറിയാലോ സ്കെയിൽസ് ഇല്ല എന്നുള്ളത്. അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. പേഡ് ഫിൻസ് ഇല്ല എന്നറിയാലോ, ജോ ഇല്ല എന്നറിയാലോ. അപ്പം ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദിസ് ഈസ് വെരി 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 ക്ലിയർ.
ശരിയല്ലേ? ഇനി അതേസമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോക്ക്, ഇവർക്ക് ഫിൻസ് പ്രസൻ്റ് ആണ്. ഇവർക്ക് എന്ത് പ്രസൻ്റ് ആണ്? ഫിൻസ് പ്രസൻ്റ് അല്ലേ? ഫിൻസ് പ്രസൻ്റ് അല്ലേ? സോ ഇത് സൈക്ലോസ്റ്റോംസ് ആവോ? ഇല്ല. സ്കെയിൽസ് പ്രസൻ്റ് അല്ലേ? സൈക്ലോസ്റ്റോംസ് ആവോ? ഇല്ല. അങ്ങനെ നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? ഇത്രയാണ് നമുക്ക് ക്ലാസ് സൈക്ലോസ്റ്റൊമാറ്റയിൽ പഠിക്കാനുള്ളത്. ഇറ്റ് ഈസ് ദ ക്ലാസ് ഓഫ് ഹോം ഓഫ് അനാത്ത. ക്ലിയർ ആയോ? ഇനി നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് സെക്കൻഡ് ഡിവിഷൻ ഓഫ് വെർട്ടിബ്രേറ്റയിലോട്ടാണ്. വെർട്ടിബ്രേറ്റിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു. അനാത്ത വിച്ച് ലാക്സ് ദ ജോസ് ആൻഡ് ദ സെക്കൻഡ് വൺ നാത്തോസ്റ്റൊമാറ്റ വിച്ച് ബിയേഴ്സ് ദ ജോസ്. ഈ നാത്തോസ്റ്റൊമാറ്റയിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു, സൂപ്പർ ക്ലാസ്സസ് ആക്കി. എന്തൊക്കെയായിരുന്നു? പിസസും ടെട്രാപോഡയും. എന്താ പിസസ് എന്ന് വെച്ചാൽ? വിച്ച് ബിയേഴ്സ് ഫിൻസ്. ഫിൻസ് പ്രസൻ്റ് ആയിട്ടുള്ളവരാണ് പിസസ് എന്ന് പറയുന്നത്. സോ അതിൽ രണ്ട് ക്ലാസ്സസ് ആണ് നമുക്കുള്ളത്. എന്തായിരുന്നു? കോൺട്രിക് തൈസും അതുപോലെ തന്നെ ഓസ്റ്റിക് തൈസും. കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസും. ക്ലിയർ ആണല്ലോ? സോ ഫസ്റ്റ് വി ആർ മൂവിങ് ടു ക്ലാസ് ഓഫ് കോൺട്രിക് തൈസ്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് കോൺട്രിക് തൈസ് ആണ്. ക്ലിയർ? കോൺട്രിക് തൈസിലോട്ട് മൂവ് ചെയ്യുമ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് ഇതിൻ്റെ ബോഡി എങ്ങനെയാണ് മക്കളെ? ഇറ്റ് ഈസ് സ്ട്രീം ലൈൻഡ് ബോഡി ആൻഡ് കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൺ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്ട്രീം ലൈൻഡ് ബോഡിയാണ്, കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൺ ആണ്. സൈക്ലോസ്റ്റൊമാറ്റ കാർട്ടിലേജിനസ് അല്ലേ? അതിൻ്റെ ക്രേനിയം വെർട്ടിബ്രൽ കോളം പെട്ടെന്ന് ആലോചിച്ച് നോക്കി പറ. കാർട്ടിലേജിനസ് അല്ലേ മക്കളെ പറഞ്ഞേ? അതോ ബോണിയാണോ? അല്ല, സൈക്ലോസ്റ്റൊമാറ്റിൻ്റെ എന്താണ്? കാർട്ടിലേജിനസ് ക്രേനിയം ആൻഡ് വെർട്ടിബ്രൽ കോളമാണ്. ആൻഡ് നൗ വി ആർ ഹിയർ ഓഫ് കോൺട്രിക് തൈസ്. കോൺട്രിക് തൈസിനെ സംബന്ധിച്ച് അവർ മെറൈൻ ആനിമൽസ് ആണ്. സ്ട്രീം ലൈൻഡ് ബോഡി ആൻഡ് കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൺ. അവരുടെ എൻഡോസ്കെലിറ്റൺ എങ്ങനെയാണ് മക്കളെ? കാർട്ടിലേജിനസ് ആണ്. അവരുടെ എൻഡോസ്കെലിറ്റൺ എങ്ങനെയാണ്? കാർട്ടിലേജിനസ് ആണ്. മൗത്ത് ഈസ് ലൊക്കേറ്റഡ് വെൻട്രലി. മൗത്ത് ഈസ് ലൊക്കേറ്റഡ് വെൻട്രലി. മൗത്ത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് വെൻട്രലി. നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ലൈഫ്. നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ലൈഫ്. അതിൽ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടോ? നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറ. നോട്ടോകോഡ് ഈസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ലൈഫ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം ഇതും വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ, ത്രൂ ഔട്ട് ദ ലൈഫ് ഇവർക്ക് എന്ത് പ്രസൻ്റ് ആയിരിക്കും മക്കളെ? നോട്ടോകോഡ് പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് ഗിൽ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റ് ആൻഡ് വിതൗട്ട് ഓപ്പർക്കുലം. ഇവർക്ക് ഓപ്പർക്കുലം ആബ്സെൻ്റ് ആണ്. ഓപ്പർക്കുലം ആബ്സെൻ്റ് എന്ന് പറയുമ്പം എന്താണ് ഓപ്പർക്കുലം? നമ്മളെ ഗിൽസിന് അറിയാലോ, ഈ ഗിൽ കവറിനെയാണ് നമ്മൾ ഓപ്പർക്കുലം എന്ന് പറയാം. ഗിൽ കവറിനെയാണ് മക്കളെ എന്ത് പറയാം? ഓപ്പർക്കുലം എന്ന് പറയുന്നത്. സോ ഇവർക്ക് ഓപ്പർക്കുലം എന്താണ്? ആബ്സെൻ്റ് ആണ്. ഓപ്പർക്കുലം ആബ്സെൻ്റ് ആണ് ഫോർ കോൺട്രിക് തൈസ്. നോട്ടോകോഡ് ഇസ് പെർസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ലൈഫ്. ഗിൽ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റ് ആൻഡ് വിതൗട്ട് ഓപ്പർക്കുലം. ദാറ്റ് ഈസ് ഗിൽ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റ് ആണ്, ഗിൽ കവർ ആബ്സെൻ്റ് ആണ്. ഗിൽ കവർ ആണ് മക്കളെ ഓപ്പർക്കുലം എന്ന് പറയുന്നത്. ആൻഡ് ദെയർ സ്കിൻ ഈസ് വെരി ടഫ്. ദെയർ സ്കിൻ ഈസ് വെരി ടഫ് containing minute placoid scales. കോൺട്രിക് തൈസിൻ്റെ സ്കിന്ന് ടഫാണ്. അവർക്ക് സ്കെയിൽസ് പ്രസൻ്റ് ആണ്. സൈക്ലോസ്റ്റോംസിന് സ്കെയിൽസ് ആർ ഡിവോയിഡ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഡിവോയിഡ് ഓഫ് സ്കെയിൽസ് ആൻഡ് ഫിൻസ്. പെയർഡ് ഫിൻസിനും അതുപോലെ തന്നെ സ്കെയിൽസും ഡിവോയിഡ് ആണെന്നാണ് പഠിച്ചത്. എന്നാൽ കോൺട്രിക് തൈസിലോട്ട് വരുമ്പം ഇവരുടെ സ്കിന്ന് ഭയങ്കര ടഫാണ്. എന്ന് വെച്ചാൽ അവർക്ക് എന്തുണ്ട്? സ്കെയിൽസ് പ്രസൻ്റ് ആണ്. സ്കെയിൽസ് എന്നെങ്കിൽ ഇത് ഓൾറെഡി ടഫ് ആവുമല്ലോ. സ്മൂത്ത് ആവുമോ സ്കെയിൽസ് പ്രസൻ്റ് ആണെങ്കിൽ? ഇല്ല. സോ ഞാൻ പറയാണ്, പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ് അവർക്കുള്ള മക്കളെ. ഓർത്ത് വെച്ചോ, പ്ലാക്കോയിഡ് സ്കെയിൽസ്. ക്ലിയർ? ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ടഫ്, കണ്ടെയ്നിങ് മൈന്യൂട്ട് പ്ലാക്കോയിഡ് സ്കെയിൽസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഏത് സ്കെയിലാണ്? പ്ലാക്കോയിഡ് സ്കെയിലാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, മറന്നു പോകരുത്. നമുക്ക് ടിനോയിഡ് സ്കെയിലും പഠിക്കാനുണ്ട്, പ്ലാക്കോയിഡ് സ്കെയിൽസും പഠിക്കാനുണ്ട്. കോൺട്രിക് തൈസിന് പ്ലാക്കോയിഡ് സ്കെയിലും ഓസ്റ്റിക് തൈസിന് ടൈനോയിഡ് സ്കെയിലുമാണ്. അതങ്ങനെ ഓർത്ത് വെച്ചോ. അതുപോലെ ഓപ്പർക്കുലം ആർക്ക് ആബ്സെൻ്റ് ആണ്? കോൺട്രിക് തൈസിന് ആബ്സെൻ്റ് ആണ്. ഓപ്പർക്കുലം ആർക്ക് ആബ്സെൻ്റ് ആണ്? കോൺട്രിക് തൈസിന് ആബ്സെൻ്റ് ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓപ്പർക്കുലം ഈസ് ആബ്സെൻറ്റ് ഫോർ കോൺട്രിക് തൈസ്. ഓപ്പർക്കുലം ഈസ് ആബ്സെൻറ്റ് ഫോർ കോൺട്രിക് തൈസ്. ഇനി നമ്മൾ ഓസ്റ്റിക് തൈസിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ ഡിഫറൻസ് എന്താണ്. സി, കവേർഡ് ബൈ ഓപ്പർക്കുലം. ഇവർക്ക് ഓപ്പർക്കുലം പ്രസൻ്റ് ആണ്. അത് ഓ വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് ഓപ്പർക്കുലം ഉണ്ടാവും. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കോൺട്രിക് തൈസിന് ഓപ്പർക്കുലം ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ ഗിൽ സ്ലിറ്റ്സ് സെപ്പറേറ്റ് ആണ്. പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ് അവർക്കുള്ളത്. സ്കിൻ ടഫാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? കൺഫ്യൂഷനൊന്നും ഉണ്ടാവാൻ പാടില്ല. ഈ ടീത്ത്സ് ആർ മോഡിഫൈഡ് പ്ലാക്കോയിഡ് സ്കെയിൽസ് വിച്ച് ആർ ബാക്ക്വേർഡ്ലി ഡിറക്റ്റഡ്. ടീത്ത്സ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ മോഡിഫൈഡ് പ്ലാക്കോയിഡ് സ്കെയിൽസ്. അപ്പോൾ പ്ലാക്കോയിഡ് എന്ന് പറയുന്നത് ആരുമായിട്ടാണ് റിലേറ്റഡ്? കോൺട്രിക് തൈസുമായിട്ടാണ് റിലേറ്റഡ്.
കോൺട്രിക്ടൈസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് മക്കളെ പ്ലാക്കോയിഡ്. പ്ലാക്കോയിഡ് സ്കെയിൽസ് പ്രസൻ്റ് ആണ്. ടീത്ത്സ് ആർ മോഡിഫൈഡ് പ്ലാക്കോയിഡ് സ്കെയിൽസ് ദാറ്റ് ആർ ബാക്ക്വേർഡ്ലി ഡിറക്റ്റഡ്. അവരെങ്ങനെയായിരിക്കും അവരുടെ ടീത്ത്? ദാറ്റ് ഈസ് ബാക്ക്വേർഡ്ലി ഡിറക്റ്റഡ്. ഇനി ഇവർക്ക് ജോ ഇല്ലേ? ജോ ഉള്ളതുകൊണ്ടാണല്ലോ ഇവർ നാത്തോസ്റ്റൊമാറ്റോയുടെ സൂപ്പർ ക്ലാസ്സസ് ആയത്. സൂപ്പർ ക്ലാസ് ആ പിസസ് ആൻഡ് ഫിൻസ്, പിസസ് ആൻഡ് ടെട്രാപോഡ, ആ പിസസിലെ ക്ലാസ് ആയിട്ടുള്ളതാണല്ലോ നമ്മുടെ കോൺട്രിക്ടൈസും ഓസ്ട്രിക്ടൈസും. സോ ഇവർക്ക് എന്ത് പ്രസൻ്റ് ആണ്? ജോ പ്രസൻ്റ് ആണ്. their jaws are very powerful and they are predaceous. ഇവരെന്താണ് മക്കളെ? predaceous ആണ്. എന്താ predaceous? അതായത് predator ആണ്. എന്താ predator എന്ന് വെച്ചാൽ? ഇരയെ കഴിച്ച് ജീവിക്കുന്നവരല്ലേ മക്കളെ predator എന്ന് പറയുന്നത്. so they are predaceous. their jaws are very powerful. okay, teeth എങ്ങനെയാണ്? they are modified placoid scale which are backwardly directed ആണ്. ഇതൊക്കെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ അല്ലേ മക്കളെ? ആൻഡ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ, ഇവർക്ക് എയർ ബ്ലാഡർ പ്രസൻ്റ് ആണോ? അല്ല, ഇവർക്ക് ഓപ്പർക്കുലം ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ ഗിൽ സ്ലിറ്റ്സ് സെപ്പറേറ്റ് ആണ്. എയർ ബ്ലാഡറും ആബ്സെൻ്റ് ആണ്. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ ദേ ഹാവ് ടു സ്വിം കോൺസ്റ്റൻ്റ്ലി ടു അവോയ്ഡ് സിങ്കിങ്. സിങ്കിങ് അതായത് എപ്പോഴാണ് ഒരു ഒരു ലിവിങ് ഓർഗാനിസം, ഇവരുടെ കേസിലാണ് പറയുന്നത്, ഇവരെപ്പോഴാണ് സിങ്ക് ചെയ്യാണ്ടിരിക്കുക? ഇവർക്ക് എയർ ബ്ലാഡർ പ്രസൻ്റ് ആയിരിക്കുമ്പോഴാണ് ഇവർ മേലെ ഷ്രിങ്ക് ചെയ്യത്തില്ല, എന്ന് വെച്ചാൽ മുങ്ങിപ്പോകത്തില്ല. They will exist on the water if the air bladder is present. But for the chondrichthyes, here the air bladder is absent, so it gets shrinked. To avoid this shrinking, they have to swim constantly. ഇവർക്കൊന്ന് റെസ്റ്റ് എടുക്കുന്നുള്ള പരിപാടിയൊന്നുമില്ല. They have to swim constantly to avoid shrinking due to the absence of the air bladder. എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? സ്വിം ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ മക്കളെ? സിങ്കിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതർവൈസ് എയർ ബ്ലാഡർ പ്രസൻ്റ് ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, സിങ്ക് ചെയ്യാണ്ട് തന്നെ നിലനിർത്താൻ പറ്റും. ഓക്കെ, ബട്ട് ഫോർ ദ കോൺട്രിക്ടൈസ് ഓപ്പർക്കുലം ഈസ് ആബ്സെൻറ്റ്, എയർ ബ്ലാഡർ ഈസ് ആബ്സെൻറ്റ്, ഗിൽ സ്ലിറ്റ്സ് ആർ സെപ്പറേറ്റ്. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? സോ ഇനി നമ്മൾ പറയുന്ന ഇവിടുത്തെ ഹാർട്ടിനെ പറ്റിയിട്ടാണ്. നേരത്തെ വേർട്ടിബ്രേറ്റയുടെ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഹാർട്ട് എന്ന് പറയുന്നത്, ഇവരുടെ മീൻസ് വേർട്ടിബ്രേറ്റയുടെ കേസിൽ ഹാർട്ട് മേ ബി 2 ചേമ്പേർഡ് ആവാം, 3 ചേമ്പേർഡ് ആവാം, 4 ചേമ്പേർഡ് ആവാം. അപ്പോൾ നമ്മുടെയൊക്കെ കേസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് 4 ചേമ്പേർഡ്. എന്നാൽ കോൺട്രിക്ടൈസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് 2 ചേമ്പേർഡ്. അവരെങ്ങനെയാണ് മക്കളെ? ഹാർട്ട് ഈസ് 2 ചേമ്പേർഡ്. ക്ലിയർ ആണല്ലോ? എന്താണ് 2 ചേമ്പേർഡ്? ആരൊക്കെ ഉണ്ടാവുക? അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം കാണിച്ചു തന്നു. ദാറ്റ് ഈസ് നമുക്ക് 2 എട്രിയ ഉണ്ടാകും, 2 വെൻട്രിക്കിളും ഉണ്ടാകും. 2 എട്രിയയും 2 വെൻട്രിക്കിളുമാണ് നമ്മൾക്ക് ഉണ്ടാവുന്നത്. സോ ഇവരെ സംബന്ധിച്ച്, അതായത് ഈ കോൺട്രിക്ടൈസിനാണെങ്കിൽ അവർക്ക് ഹാർട്ട് ഈസ് 2 ചേമ്പേർഡ് ആണ് വിത്ത് 1 ഓറിക്കിൾ ആൻഡ് 1 വെൻട്രിക്കിൾ. ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ക്ലിയർ ആണോ? 1 ഓറിക്കിളും 1 വെൻട്രിക്കിളും ആണ് കോൺട്രിക്ടൈസിൻ്റെ ഹാർട്ടിന് ഉണ്ടാവുക. ഇറ്റ് ഈസ് 2 ചേമ്പേർഡ് ആൻഡ് സം ഓഫ് ദം ഹാവ് ഇലക്ട്രിക് ഓർഗൻസ്. ഇനി ഇവരുടെ എക്സാമ്പിൾസിൻ്റെ ഒരു ഭാഗത്തിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന കോൺട്രിക്ടൈസിന് ഇലക്ട്രിക് ഓർഗൻസ് ഉണ്ടാകും. സോ ആ ഇലക്ട്രിക് ഓർഗൻസിലുള്ള ഒരു കോൺട്രിക്ടൈസിൻ്റെ എക്സാമ്പിളാണ് മക്കളെ ടോർപിഡോ. അതിൻ്റെ എക്സാമ്പിളാണ് ടോർപിഡോ എന്ന് പറയുന്നത്. ആൻഡ് സം പൊസസ് പോയ്സൺ സ്റ്റിങ്. ചിലർക്ക് ഇലക്ട്രിക് ഓർഗൻസ് ഉണ്ടാകും. ഇലക്ട്രിക് ഓർഗൻസ് ഉള്ള കോൺട്രിക്ടൈസിൻ്റെ എക്സാമ്പിളാണ് ടോർപിഡോ. ഇനി പോയ്സൺ സ്റ്റിഞ്ചുള്ള കോൺട്രിക്ടൈസിൻ്റെ ഒരു എക്സാമ്പിൾ എന്താണ്? ദാറ്റ് ഈസ് ട്രൈഗൺ. ദാറ്റ് ഈസ് ട്രൈഗൺ. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ മക്കളെ? ആൻഡ് ദേ ആർ കോൾഡ് ബ്ലഡഡ്. എന്താ കോൾഡ് ബ്ലഡഡ് എന്ന് വെച്ചാൽ? ദാറ്റ് ഈസ് പോയിക്കിലോതേർമസ് ആനിമൽസ്. എന്താണ് കോൾഡ് ബ്ലഡഡ് അല്ലെങ്കിൽ പോയിക്കിലോതേർമസ് എന്നൊക്കെ പറഞ്ഞാൽ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഇതിൻ്റെ മുന്നേ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സ്കൂൾസിലോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ മക്കളെ? ഈ കോൾഡ് ബ്ലഡഡ് അല്ലെങ്കിൽ പോയിക്കിലോതേർമസ്, കോൾഡ് ബ്ലഡഡ് അല്ലെങ്കിൽ പോയിക്കിലോതേർമസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവത്തില്ല. ഇവരുടെ ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടാവത്തില്ല. ക്ലിയർ ആണോ? അങ്ങനത്തെവരെ വിളിക്കുന്ന പേരാണ് കോൾഡ് ബ്ലഡഡ് അല്ലെങ്കിൽ പോയിക്കിലോതേർമസ് എന്നൊക്കെ പറയുന്നത്. കോൾഡ് ബ്ലഡഡ് അല്ലെങ്കിൽ പോയിക്കിലോതേർമസ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ദാറ്റ് ഈസ് ദേ ലാക്ക് കപ്പാസിറ്റി ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരെയാണ് നമ്മൾ കോൾഡ് ബ്ലഡഡ് അല്ലെങ്കിൽ പോയിക്കിലോതേർമസ് എന്ന് പറയുന്നത്. കോൾഡ് ബ്ലഡഡ് അല്ലെങ്കിൽ പോയിക്കിലോതേർമസ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണോ? ആൻഡ് സെക്സസ് ആർ സെപ്പറേറ്റ്. ഇവരെ നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക? സി, മെയിൽസിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ പെൽവിക് ഫിൻസിൽ ക്ലാസ്പോസ് ഉണ്ടാകും. മെയിൽസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ പെൽവിക് ഫിൻസിൽ എന്തുണ്ടാകും മക്കളെ? ക്ലാസ്പോസ് ഉണ്ടാകും. എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. മെയിൽസ്
പെൽവിക് ഫിൻസ് ബിയർ ക്ലാസ്പേഴ്സ്. മെയിൽസിൽ പെൽവിക് ഫിൻസിൽ എന്തുണ്ടാകും? ക്ലാസ്പേഴ്സ് ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ വീണ്ടും പറയാണ്, ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മളിപ്പം ഇതിൻ്റെ ഇന്നർ പാർട്ടിൽ തന്നെ 2 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. പോയ്സൺ സ്റ്റിങ്. പോയ്സൺ സ്റ്റിങ് ഉള്ളത് ആർക്കാണ്? ട്രൈഗൺ ആണ്. അതുപോലെ ഇലക്ട്രിക് ഓർഗനുള്ള ടോർപിഡോ. ഇനി ഇവർ പോയ്ക്കിലോതേമസ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് ആണെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടുന്ന് അങ്ങോട്ട് ഈ കോൺട്രാക്ടൈസ് മുതൽ അപ് ടു എയ്സ്, ക്ലിയർ? ഞാൻ വേണമെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം. കോൺട്രാക്ടൈസ് മുതൽ കോൺട്രാക്ടൈസ് മുതൽ എയ്ഡ്സ് വരെ. എയ്ഡ്സ് വരെ എന്ന് പറയുമ്പോൾ എന്താ ഇവിടം വരെ കോൺട്രാക്ടൈസ്, അതുപോലെ റെപ്റ്റീലിയ, ആംഫീബിയ, ഓസ്റ്റിക്ടൈസ്. ഇവരൊക്കെ എന്തായിരിക്കും മക്കളെ? ദേ വിൽ ബി പോയിക്കിലോതേംസ്. ഇവരൊക്കെ പോയിക്കിലോതേംസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവരൊക്കെ എന്തായിരിക്കും? കോൾഡ് ബ്ലഡഡ് ആയിരിക്കും. എയ്ഡ്സ് മുതലാണ് മാറാൻ പോകുന്നത്. എയ്ഡ്സ് ഹോമോയോതേമസ് ആണ്, അല്ലെങ്കിൽ വാം ബ്ലഡഡ് ആണ്. അങ്ങനെ ഓർത്ത് വെച്ചോ. ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ്. പോയിക്കിലോതേംസ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് ഇവിടം തൊട്ടിട്ട് എയ്ഡ്സ് വരെ എന്താണ്? എയ്ഡ്സ് വരെ എന്ന് വെച്ചാൽ എയ്ഡ്സ് ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. എയ്ഡ്സ് വരെ പോയിക്കിലോതേംസ് അല്ലെങ്കിൽ ദേ ആർ കോൾഡ് ബ്ലഡഡ് ആണ്. ക്ലിയർ ആയോ? എന്താണ് പോയിക്കിലോതേംസ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡഡ് എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ, ദേ ലാക്ക് ടു റെഗുലേറ്റ് ദ ബോഡി ടെമ്പറേച്ചർ. സെക്സസ് ആർ സെപ്പറേറ്റ്. മെയിൽ പെൽവിക് ഫിൻസ് ബിയർ ക്ലാസ്പേഴ്സ്. In males, pelvic fins bear claspers and they have internal fertilization. They have the internal fertilization and many of them are viviparous. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ഈ ഓ എഗ് എന്ന് ഓർത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സി, ഇവിടെ കോൺട്രാക്ടൈസ് അല്ലേ? കോൺട്രാക്ടൈസിന് വിവിപാരസ് ആണ്. ഓസ്റ്റിക്ടൈസ് വരുമ്പോൾ ഇത് ഓ അല്ലേ? അത് ഒവിപാരസ് ആണ്. ക്ലിയർ? ഓസ്റ്റിക്ടൈസ് എന്താണ്? ഒവിപാരസ് ആണ്. കോൺട്രാക്ടൈസ് എന്താണ്? വിവിപാരസ് ആണ്. ക്ലിയർ ആണോ? ഓർത്ത് വെക്കൂലേ? ആൻഡ് ദേ ആർ viviparous. Many of them are viviparous. All of them എന്ന് പറഞ്ഞിട്ടില്ല. Many of them are viviparous. Okay. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ആണ് മക്കളെ പഠിക്കാനുള്ളത്. The first one is Scoliodon. Scoliodon is dogfish and Rhistis sawfish, Carcharodon, great white shark, Trigon, stingray. ഒന്നും കൂടെ നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്തായിരുന്നു? That is torpedo. Okay, Trigon poison sting നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് മേലെ. Torpedo. So, Scoliodon, dogfish, Rhistis, sawfish, Carcharodon, great white shark and Trigon, stingray, torpedo. Clear ആണോ? ഇനി നമ്മൾക്ക് എന്ത് നോക്കണം? ഇതിൻ്റെ ഡയഗ്രാംസും കൂടെ നോക്കാം. See, cartilaginous fish. Cartilaginous fish എന്ന് പറയുമ്പോൾ they are contractise. ഓർക്കുന്നില്ലേ? Cartilaginous fish എന്ന് പറയുമ്പോൾ they are contractise. Contractiseൽ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് മക്കളെ Scoliodon. Scoliodon എന്ന് വെച്ചാൽ എന്താണ്? That is dogfish. Rhistis എന്ന് വെച്ചാൽ എന്താണ്? Sawfish. Clear? Okay ആണോ? So this is the Scoliodon and this is the Rhistis sawfish. Rhistis, sawfish and Scoliodon. ഡയഗ്രാംസ് നോക്കി വെച്ചോ. നിങ്ങൾ PYQ എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് മുന്നേ ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സാംസിലായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. PYQയിൽ തന്നെ കാണാം. നിങ്ങൾ അല്ലാണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെയും കാണാൻ പറ്റും. ക്ലിയർ ആണോ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിലോട്ട് കിടക്കാം. ആൻഡ് ദാറ്റ് ഇസ് ഓസ്റ്റിക്ടൈസ്. അതായത് പിസസ് എന്ന് പറയുന്ന സൂപ്പർ ക്ലാസ്സിലെ ദ ലാസ്റ്റ് ക്ലാസ് ഓസ്റ്റിക്ടൈസ്. കോൺട്രാക്ടൈസ് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഓസ്റ്റിക്ടൈസ് ആണ്. എന്താ മക്കളെ പറയാൻ പോകുന്നത്? ഓസ്റ്റിക്ടൈസ്. So, ostrich it includes both marine and freshwater fishes with bony endoskeleton. Ostrich എന്താണ്? Bony endoskeleton ആണ്. Contractise cartilaginous ആണ്. അതിന് മുന്നേയുള്ള cyclostomateo again cartilaginous cranium and vertebral column ആണ്. ഓക്കെ ആണല്ലോ? So, ostrich with bony endoskeleton. So, their body is streamlined. ഇവരുടെ ബോഡി എങ്ങനെയാണ് മക്കളെ? Streamlined ആണ്. Mouth is mostly terminal. Very important topic. Questions chance ഉള്ള ഒരു പോർഷൻ ആണ്. ലൈക്ക് കോൺട്രാക്ടൈസിലെ മൗത്ത് എങ്ങനെയായിരുന്നു? മക്കളെ എത്ര പേര് നോട്ട് ചെയ്തിട്ടുണ്ട്? മൗത്ത് ഈസ് ലൊക്കേറ്റഡ് വെൻട്രലി. ഓക്കെ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് വെൻട്രലി. എന്നാൽ നമ്മൾ ഓസ്റ്റിക്ടൈസിലോട്ട് വരുന്ന സമയത്ത് മൗത്ത് ഈസ് മോസ്റ്റ്ലി ടെർമിനൽ. എന്താണ് മക്കളെ? ടെർമിനൽ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഞാൻ നേരത്തെ ഗിൽസ്ലിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഗിൽസ്ലിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പം കോൺട്രാക്ടൈസിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. സൈക്ലോസ്റ്റൊമാറ്റോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? 6 to 15 pairs ഓഫ് ഗിൽസ്ലിറ്റ്സ് ആർ പ്രസൻറ്റ്.
പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് ഓസ്റ്റിക്ടൈസിൽ. ഓസ്റ്റിക്ടൈസിൽ മൊത്തം they have 4 pairs of gills. They have 4 pairs of gills. അപ്പം 2 നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. 6 to 15 pairs of gill slits എവിടെയാ? സൈക്ലോസ്റ്റൊമാറ്റയിൽ. 4 pairs of gill slits ഓസ്റ്റിക്ടൈസിൽ. ക്ലിയർ ആയല്ലോ? മാറില്ലല്ലോ മക്കളെ? ഓസ്റ്റിക്ടൈസിനാണ് 4 pairs of gill slits വരുന്നത്. 6 to 15 pairs of gill slits വരുന്നത് എവിടേക്കാണ്? നമ്മുടെ സൈക്ലോസ്റ്റൊമാറ്റയ്ക്കാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഓപ്പർക്കുലം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കോൺട്രാക്ടൈസിന്റെ കേസിൽ അവർക്ക് ഓപ്പർക്കുലം എന്താണ്? അബ്സെന്റ് ആണ്. എന്നാൽ ഓസ്റ്റിക്ടൈസിന് ഓപ്പർക്കുലം ഇസ് പ്രസന്റ്. 4 pairs of gills which are covered by an operculum on each side. Okay, 4 pairs of gills which are covered by an operculum on each side. ഓരോ സൈഡിലും ഓപ്പർക്കുലം വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. 4 pairs of gill slits. And skin is covered with cycloid or ctenoid scales. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺട്രാക്ടൈസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു പ്ലാക്കോയിഡ് സ്കെയിൽസ്. പ്ലാക്കോയിഡ് ടീത്തിൻ്റെ കേസ് വരെ മോഡിഫൈഡ് പ്ലാക്കോയിഡ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഓസ്റ്റിക്ടൈസിലോട്ട് വരുമ്പോൾ അതെന്താണ് മക്കളെ? ദാറ്റ് ഈസ് ടീനോയിഡ് സ്കെയിൽസ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. സ്കിൻ ഈസ് കവേർഡ് വിത്ത് ടീനോയിഡ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൈക്ലോയിഡ്. ടീനോയിഡ് അല്ലെങ്കിൽ സൈക്ലോയിഡ് സ്കെയിൽസ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ഇനി കോൺട്രാക്ടൈസിന് എയർ ബ്ലാഡർ പ്രസന്റ് ആണോ? ഇല്ല. അതുകൊണ്ട് സിങ്ക് ചെയ്യാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യണം, കോൺസ്റ്റന്റ്ലി സ്വിം ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഓസ്റ്റിക്ടൈസിന്റെ കേസിലോ എയർ ബ്ലാഡർ ഈസ് പ്രസന്റ് വിച്ച് റെഗുലേറ്റ്സ് ബോയൻസി. എയർ ബ്ലാഡർ പ്രസന്റ് ആണ്, അത് ബോയൻസി റെഗുലേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ സിങ്ക് ചെയ്യേണ്ട നോക്കിക്കോളും. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഹാർട്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കോൺട്രാക്ടൈസിൽ നോക്കുമ്പോൾ ഹാർട്ട് ഈസ് 2 ചേമ്പേർഡ് എന്ന് പറഞ്ഞല്ലോ, വിത്ത് 1 auricle and 1 ventricle. ഇവിടെയും ഹാർട്ട് എന്താണ് മക്കളെ? 2 ചേമ്പേർഡ് തന്നെയാണ്. ഹാർട്ട് ഈസ് 2 ചേമ്പേർഡ്, 1 auricle and 1 ventricle. അതിൽ നമുക്ക് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ ആണല്ലോ? അതിന് കൂടുതൽ പറയണ്ടല്ലോ. സോ ദേ ആർ കോൾ ബ്ലഡഡ് ആനിമൽസ്. കോൾ ബ്ലഡഡ് ആനിമൽസ് എന്ന് വെച്ചാൽ എന്താണ്? ദേ ആർ എന്താ മക്കളെ? കോൾ ബ്ലഡഡ് ആനിമൽസ് എന്ന് വെച്ചാൽ ദേ ആർ പോയിക്കിലോതേർമ്സ്. ദേ ആർ പോയിക്കിലോതേർമ്സ് എന്ന് വെച്ചാൽ ദേ ലാക്ക് ദ എബിലിറ്റി ടു റെഗുലേറ്റ് ദെയർ ബോഡി ടെമ്പറേച്ചർ. അവർക്ക് അവരുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. സോ പോയിക്കിലോതേർമസ് തന്നെയാണ് ഈ പറയുന്ന ഓസ്റ്റിക്ടിസം. കോൺട്രാക്ടൈസ് ആണെങ്കിലും ഓസ്റ്റിക്ടൈസ് ആണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് എയ്ഡ്സ് വരെ, ആംഫീബിയ, റെപ്റ്റൈലിയ, ഇതൊക്കെ എന്താണ് മക്കളെ? എയ്ഡ്സ് വരെയുള്ളവർ പോയിക്കിലോതേർമസ് അല്ലെങ്കിൽ കോൾ ബ്ലഡഡ് ആണ്. അതിനുശേഷമുള്ള എയ്ഡ്സും മാമൽസും മാത്രമാണ് ഹോമോയോതേർംസിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? സോ ഇവരെന്താണ്? സൈക്ലോയിഡ്, ടീനോയിഡ്, അത് മറക്കരുത് കേട്ടോ. ഓസ്റ്റിക്ടൈസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽസ്. കോൺട്രാക്ടൈസ് ഇസ് റിലേറ്റഡ് ടു പ്ലാക്കോയിഡ് സ്കെയിൽസ്. ക്ലിയർ ആണല്ലോ? ദെൻ സെക്സസ് ആർ സെപ്പറേറ്റ്. എന്താണ് മക്കളെ? സെക്സസ് ആർ സെപ്പറേറ്റ്. ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി എക്സ്റ്റേണൽ. സെക്സസ് ആർ സെപ്പറേറ്റ്, ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി എക്സ്റ്റേണൽ. ക്ലിയർ ആണോ? ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ്? യൂഷ്വലി എക്സ്റ്റേണൽ ആണ്. സെക്സസ് ആർ സെപ്പറേറ്റ്. മോസ്റ്റ്ലി ഓവിപാരസ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ്. ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അതായത് യങ് വൺ റിസംബിൾസ് ദ അഡൽട്ട് വൺ. ഓക്കെ അല്ലേ? അത് നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് ഡയറക്റ്റ്, എന്താണ് ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ. ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ടാകും, എന്ന് വെച്ചാൽ ഡിസ്റ്റിങ്ക്റ്റ് അഡൽട്ട് ആൻഡ് യങ് സ്റ്റേജ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം ഡിറക്റ്റ് എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഡിസ്റ്റിങ്ക്റ്റ് അഡൽട്ട് സ്റ്റേജ് ഉണ്ടാവത്തില്ല. നമുക്ക് ഡയറക്റ്റ് യങ് വൺ റിസംബിൾസ് ദ അഡൽട്ട്, അങ്ങനെയായിരിക്കും. സോ ഇവിടെ ഓസ്റ്റിക്ടൈസ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെന്റ് എന്താണ്? ഡയറക്റ്റ് ആണ്. മോസ്റ്റ്ലി ഒവിപാരസ് ആണ്. ഒവിപാരസ് എങ്ങനെയാണ് മക്കളെ ഓർത്ത് വെക്കുക? എന്താ ഞാൻ പറഞ്ഞത്? ഓസ്റ്റിക്ടൈസ്. ഓക്കെ, ഓസ്റ്റിക്ടൈസ് ആണ് ആൻഡ് ഒവിപാരസ് ആണ്. ഓസ്റ്റിക്ടൈസ് ആണ്, ഒവിപാരസ് ആണ്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഓസ്റ്റിക്ടൈസ് എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് വിച്ച് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് മെറൈൻ, ഫ്രഷ് വാട്ടർ, അതുപോലെ തന്നെ അക്വേറിയത്തിലുള്ള ഇങ്ങനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടാണ് പഠിക്കാനുള്ളത്. 3 ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അതിൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് മെറൈനിലാണ്. മെറൈനിൽ വരുന്ന ഓസ്റ്റിക്ടൈസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. The first one is exocetus. Exocetus അല്ലെങ്കിൽ flying fish. Hippocampus, that is seahorse. Freshwater, that is Lebio rohu. Freshwater, that is Lebio rohu.
ക്ലിയർ ആണോ? മനസ്സിലാവുന്നില്ലേ മക്കളെ? ഇതിൻ്റെയൊക്കെ അനദർ നെയിമും നിർബന്ധമായിട്ട് പഠിക്കണം. എക്സോസീറ്റസ്ന്നോ അല്ലെങ്കിൽ ലബിയോ എന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. സോ നമ്മൾ ആദ്യം പറയുന്നത് മെറൈനിലുള്ള ഓസ്റ്റിക്ടൈസിനെയാണ്. ദ ഫസ്റ്റ് വൺ ഈസ് എക്സോസീറ്റസ്. എക്സോസീറ്റസ് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് ഫ്ലൈയിങ് ഫിഷ്. എക്സോസീറ്റസ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫിഷ്. എക്സോസീറ്റസ് അല്ലെങ്കിൽ ഫ്ലൈയിങ് ഫിഷ്. സെക്കൻഡ് വൺ ഈസ് ഹിപ്പോകാമ്പസ്, അതല്ലെങ്കിൽ സീ ഹോഴ്സ്. ഇനി ഫ്രഷ് വാട്ടറിലുള്ളതാണ്. സോ മെറൈനിൽ രണ്ടാൾക്കാരെ നമ്മൾ പഠിച്ചു, എക്സോസീറ്റസും ഹിപ്പോകാമ്പസും. ഇനി ഫ്രഷ് വാട്ടറിലുള്ളതാണ് ലബിയോ, റോഹു, കട്ട്ല, കാർപ്പ്, ക്ലാരിയസ്, മഗുർ. ഇത്രയും ആൾക്കാരാണ് നമുക്ക് ഫ്രഷ് വാട്ടറിൽ പഠിക്കാനുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് വൺ അക്വേറിയത്തിലുള്ളത് ബെറ്റ. ബെറ്റ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് ഫൈറ്റിംഗ് ഫിഷ് ആൻഡ് ടെറോഫില്ലം ഏഞ്ചൽ ഫിഷ്. ബെറ്റ, ഫൈറ്റിംഗ് ഫിഷ് ആൻഡ് ടെറോഫില്ലം ഏഞ്ചൽ ഫിഷ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഓസ്റ്റിക്ടൈസിൽ പഠിക്കാനുള്ളത്. അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഇവരുടെ ഡയഗ്രാം ആണ്. ഡയഗ്രാം ഫസ്റ്റത്തെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഹിപ്പോകാമ്പസ് എന്താണ്? ഹിപ്പോകാമ്പസ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് സീ ഹോഴ്സ്. ഇത് ഓക്കെ അല്ലേ? കണ്ടാൽ തന്നെ നമുക്കൊരു ഹോഴ്സ് ലുക്ക് കിട്ടുന്നില്ലേ? സീ ഹോഴ്സിനെ കണ്ടിട്ടില്ലേ നിങ്ങൾ? നേരിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും സീ ഹോഴ്സിനെ. സോ ഹിപ്പോകാമ്പസ്, സീ ഹോഴ്സ്, അതിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല, അത് ഓസ്റ്റിക്ടൈസ് തന്നെയാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കട്ട്ല. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ദാറ്റ് ഈസ് കട്ട്ല. ദിസ് ഇസ് ദാറ്റ് കട്ട്ല. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. വീണ്ടും പറയാണ്, ഓസ്റ്റിക്ടൈസിന്റെ ഡയഗ്രാംസ് നോക്കുക. സീ ഹോഴ്സ് അല്ലെങ്കിൽ ഹിപ്പോകാമ്പസ്, കട്ട്ല തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ കോൺട്രാക്ടൈസിന്റെ തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് കോളിയോഡനും റിസ്റ്റിസും. സ്കോളിയോഡൻ ആൻഡ് റിസ്റ്റിസ്. സ്കോളിയോഡൻ എന്ന് വെച്ചാൽ ഡോഗ് ഫിഷ്, റിസ്റ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? സോ ഫിഷ്. അത് ഇവിടെ തന്നിട്ടുണ്ട്. സൈക്ലോസ്റ്റൊമാറ്റൈഡ് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അവർക്ക് ഫിൻസ് ആബ്സെന്റ് ആണ്, പേയുടെ ഫിൻസ് ആബ്സെന്റ് ആണ്, സ്കെയിൽസ് ഇല്ല, നമുക്ക് സ്മൂത്ത് ആയിരിക്കും, കണ്ടാൽ തന്നെ നമുക്കൊരു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും. അങ്ങനെ ഒരാളാണ് ഇവിടെ പെട്രോമൈസൻ. അപ്പോൾ അത് സൈക്ലോസ്റ്റൊമാറ്റ മാറത്തില്ല. മറ്റേ നമ്മുടെ ഹിപ്പോകാമ്പസും മാറത്തില്ല, സീ ഹോഴ്സും മാറത്തില്ല. ഹിപ്പോകാമ്പസിൻ്റെതും നമുക്ക് എന്ത് ചെയ്യില്ല, മാറില്ല. മാറിപ്പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏതാണ്? കട്ട്ലയും അതുപോലെ ഈ പറയുന്ന നമ്മുടെ സ്കോളിയോഡനും റിസ്റ്റിസുമാണ്. ഈ മൂന്ന് പേരെയാണ് നമുക്ക് മാറിപ്പോവാണ്ട് നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ലാണ്ട് നമുക്ക് ഈസിയസ്റ്റ് വേ ഒന്നുമില്ല. നിങ്ങൾ ഒരു 4-5 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതന്നെ നോക്കി, ഈ ഒരു ചാപ്റ്റർ തീരുന്ന വരെ നിങ്ങൾ ഇതന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നല്ല, വായിക്കുന്ന സമയത്ത് ഇതൊക്കെ ഡിനോട്ട് ചെയ്തിട്ട് തന്നെ പോവാം. ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അതവിടെ മൈൻഡിൽ കിടന്നോളും. ഓക്കെ, പഠിച്ചത് മറക്കാണ്ടിരിക്കുക എന്നല്ലേ മക്കളെ നമുക്ക് വേണ്ടത്. വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കല്ലാണ്ട് അത് പഠിക്കുകയും വേണം. പക്ഷെ അത് പഠിച്ചിങ്ങനെ പോവാ, എന്നിട്ട് നമ്മൾ പഠിച്ചു വെച്ചതൊക്കെ ഇങ്ങനെ മറക്കുക. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് അവിടെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ഫേസ് ചെയ്യാനുള്ള ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്. കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക, ചാപ്റ്റർ വായിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചാപ്റ്റർ ടെക്സ്റ്റ് ലൈൻ ബൈ ലൈൻ നിർബന്ധമായിട്ടും വായിക്കണം. എന്നിട്ട് ചാപ്റ്റർ കഴിയട്ടെ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു ടാബുലർ കോളം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ്റെ ടൈമിലൊക്കെ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ഒരു 10 to 20 അല്ലെങ്കിൽ ഒരു 20 to 30 ചാപ്റ്റേഴ്സ് പെട്ടെന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് വായിക്കാൻ പറ്റത്തില്ല ടൈമിൽ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ ഈ ടാബുലർ കോളംസ് ഒക്കെ ചെയ്ത് വെച്ചാൽ ഇറ്റ് വിൽ ബി മച്ച് ഈസിയർ ഫോർ യു. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഒരു 2 A4 ഷീറ്റിൽ 2 A4 ഷീറ്റിൻ്റെ 2 സൈഡിലായിട്ട് നല്ല വൃത്തിക്ക് കുത്തി തിരക്കി എഴുതുക എന്നല്ല, ഭയങ്കര വൃത്തിക്ക് സ്പേഷ്യസ് ആയിട്ട് എഴുതിയിട്ടായിരുന്നു ഈ കംപ്ലീറ്റ് ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. പക്ഷേ അത് ആ വൃത്തിക്ക് നമ്മൾ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഹോപ്പ് ഓൾ യു വിൽ ഡു വെൽ. ആൻഡ് നല്ല അടിപൊളിയായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു സ്ക്രിബിൾ ഇറ്റ് ആൻഡ് യു ഹാവ് ടു ആസ്ക്. ഓക്കെ, യു ഹാവ് ടു ക്ലിയർ ഓൾ യുവർ ഡൗട്ട്സ് ആൻഡ് വി വിൽ പ്രൊവൈഡ് such a time for you. So until the next class, thank you.